ഉറക്കം ഉളച്ചിരുന്ന് ചേച്ചിക്ക് വേണ്ടിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നേനെ. ഇപ്പൊ സാറായിരിക്കും ഇന്ന് നമ്മളെല്ലാരെയും ജഡ്ജ് ചെയ്യാ, ഞാനല്ല. ഫസ്റ്റ് പ്രൈസ് ലഭിക്കാൻ പോകുന്ന ആർക്കാന്ന് അറിയണ്ടേ? Annie's Kitchen Cookery Contest Onam Payasam Challenge powered by Devon Foods, MyG and in association with KSFE. അപ്പൊ എന്തായാലും ആദ്യം തന്നെ അമൃത ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ അറിയിക്കുകയാണ്. ഇപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു 10 ദിവസമായിട്ട് നമ്മള് ഇന്നിപ്പോ അവിട്ടം ദിനമാണ്. 10 ദിവസമായിട്ട് നമ്മുടെ അമൃത ടിവിയിൽ ഇങ്ങനെ ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാറിലും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലും ഒക്കെ നമ്മളിങ്ങനെ സെലിബ്രേഷൻസ് തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് ഈ അവിട്ടം ദിനത്തിൽ നമ്മള് എത്തി നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്താണ്. കോട്ടയത്തെ ആളുകളെ, നമ്മുടെ നാട്ടുകാരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കോട്ടയത്തെ കുറെ അമ്മമാരും അവരുടെ അമ്മമാരുടെ മക്കളുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു കോntestൽ പങ്കെടുക്കുന്നത്. നിങ്ങളുടെ എനർജി ഒന്ന് കാണിക്കോ? ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ നേരിട്ട് വന്ന് കാണാൻ പറ്റിയതിൽ. എങ്ങനെ ഉണ്ടായിരുന്നു? ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ചു അല്ലേ? തിരുവോണമൊക്കെ ആയിട്ട് നമ്മള് തിരുവോണത്തിന് നല്ല സദ്യയൊക്കെ ഉണ്ട്, പായസമൊക്കെ കഴിച്ച് അങ്ങോട്ട് കിറങ്ങി. ഇന്നലെ എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറ്റി നമ്മൾ ഇന്നും കൂടെ പായസം ഇല്ലേ? ഇന്ന് എന്ത് പായസമാണ്? പ്രഥമൻ ഇല്ലേ? പ്രഥമനാണ് ഇന്ന് എല്ലാവർക്കും തന്നിട്ടുള്ള ടാസ്ക്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് വിഷസ് ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഏതാണോ നല്ല പായസം ആ പായസത്തിൽ നിന്ന് നമ്മൾ ആ ഒരു കോntestൽ വിൻ ചെയ്യും അല്ലേ? അപ്പൊ അതിന് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് അങ്ങ് എടുക്കുക. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ കൂടെ ഒന്നിച്ച് ആ ഒരു കോntestൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ അതേ നല്ല സുന്ദരിയായിട്ടുള്ള അമ്മമാരും നല്ല ആൺകുട്ടികളും നല്ല മക്കളും നല്ല പെൺകുട്ടികളും ഒരു ചെറുതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഹലോ, ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? റെഡി അല്ലേ? അമ്മേനെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ടോ? ഉണ്ട് അല്ലേ? നോണ പറയല്ലേ? ശരിക്കും ഹെൽപ്പ് ചെയ്യല്ലേ? ഗുഡ് ഗേൾ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കോntest സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കോട്ടയത്തല്ലേ എത്തി നിൽക്കുന്നേ? എനിക്കറിയാം നിങ്ങളെല്ലാരും ആനി ചേച്ചിയെ കാണാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു കോntest മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ ആനി ചേച്ചി വന്നേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആനി ചേച്ചിനെ വിളിക്കാം. ചേച്ചി എന്റെ കൂടെ അങ്ങ് പോന്നേക്കുവാ. അതെ, എല്ലായിടത്തും എന്റെ കൂടെ അങ്ങ് വരുവാ. എന്ന് വെച്ചാൽ ബിരിയാണി ആയിട്ടും പായസമായിട്ടും എന്നാണേലും കഴിച്ചോളും. അതെ, ഫുഡ് നേട്ടാ ഞാൻ എന്താ ഇവിടെ ഉണ്ടാവും പിടിച്ച്. പറയ ചേച്ചി, എങ്ങനെയുണ്ട്? കാര്യമൊക്കെ ശരിയാ, കോമ്പറ്റീഷൻ ഒക്കെ ശരിയാ. ഞാൻ ചിലപ്പോ എല്ലാവർക്കും അങ്ങ് പ്രൈസ് കൊടുക്കും. ഓ, അങ്ങനെയാണല്ലോ. അങ്ങനെ ഇവിടെ ആരും തോക്കാനൊന്നും പാടില്ല. പിന്നെ എന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യാനല്ലേ? എന്നെ പറയാനാ? പിന്നെ അല്ലാതെ അല്ലെ, നമ്മളാരും തോര ചരിത്രമൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും കൊടുക്കും. അല്ല പിന്നെ ചേച്ചി, എങ്ങനെയാണ് നിങ്ങളുടെ കോട്ടയത്തിന്റെ ഓണം ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങക്ക് കോട്ടയത്ത് ഓണം എന്നുണ്ടോ? ഇല്ല, നമ്മളെല്ലാം ആഘോഷിക്കും അല്ലേ? ഈ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി ഒരു എന്താ പറയാ, വീട്ടിനകത്ത് ഒരു ചെറിയ സന്തോഷം വന്നാൽ മതി, ഞങ്ങൾ ആഘോഷിക്കും അത്. പിന്നെ ഓണമൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാവർക്കും കൂടെ ഉള്ളതാ. പക്ഷെ കോട്ടയക്കാർക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല, എല്ലാവരും കൂട്ടത്തിരിക്കാനാണ് ഇഷ്ടം. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പറയുവാ, എൻ്റെ അപ്പന്മാരൊക്കെ ഞങ്ങളാരും ഇവിടെ ഒരു വീട് പിന്നെ കുറേ ദൂരം കഴിഞ്ഞിട്ടുള്ള വീട് അങ്ങനെയല്ല, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. അപ്പൊ ജോയിന്റ് ഫാമിലി പോലെ. പിന്നെ അവര് ഫാമിലി ആയപ്പം പ്രത്യേകം പക്ഷെ ഒരേ കോമ്പൗണ്ടിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വന്നാലും എല്ലാവരും ഒരുമിച്ച് എല്ലാം ഒരുമിച്ച് ഭയങ്കര ആഘോഷമാക്കി മാറ്റും. കോട്ടയംകാർ എങ്ങനെയാ? ഞങ്ങളെല്ലാം തുറന്ന മനസ്സുള്ളവരാ അല്ലേ? അതേന്ന്. എന്നാ പിന്നെ നിങ്ങളുടെ സ്വന്തം അനുചേച്ചിക്ക് ഒരു വലിയ കൈയടി കൊടുത്തേ. ആക്ച്വലി എനിക്കുണ്ടല്ലോ, എന്റെ പ്രേക്ഷകരാണ് എന്റെ സപ്പോർട്ട്. ഞാനത് എപ്പോഴും ഏത് നിമിഷവും ഞാൻ പറയും. ഏത് നിമിഷവും ഏത് നേരത്തും എപ്പോഴും ചേച്ചി അത് പറയാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവരില്ലെങ്കിൽ ഒന്നുമല്ല. ഞാൻ എന്നെ ഇത്ര ആക്കിയതേ അവരാ, ആ സ്നേഹവാ. ഇല്ലെന്നുണ്ടെങ്കിൽ എം എ ബിഗ് സീറോ. അപ്പൊ ഈ ഓണം നമ്മൾ ഇവിടെ തകർക്കും അല്ലേ ചേച്ചി? ഇപ്പൊ ഞാൻ ഇവരോട് പറയായിരുന്നു, പ്രഥമനാണ് ഇന്ന് ഇവർക്ക് നമ്മൾ കോntestൽ കൊടുത്തിട്ടുള്ളത്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഏതാണ്? അങ്ങനെയൊന്നുമില്ല, എനിക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷെ കോട്ടയംകാർക്ക് പ്രഥമൻ കൊടുത്തതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം. കാര്യം നോൺ വെജ് കഴിച്ച് ജീവിക്കുന്ന ഞങ്ങളോട് വന്ന് പ്രഥമൻ ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ തരും കുട്ടിയെ?
ഓക്കെ, അപ്പൊ എന്തായാലും കോntest സ്റ്റാർട്ട് ചെയ്യണ്ടേ? പക്ഷെ എനിക്ക് ആദ്യം ഇവരൊക്കെ ഞാൻ എന്റെ വീട്ടുകാരെ ഒന്ന് പോയി കാണണ്ടായോ? പരിചയപ്പെടണ്ടേ? കാണണം. എനിക്ക് 3 മക്കളാണ്. 3 പേരും ഫുഡിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. എന്നാൽ എല്ലാവർക്കും ഒരേ ഇതിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു പായസമുണ്ട്. ചക്കയും സാഫ്രോണും ലോട്ടസ് സീഡൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആ പായസം 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ ഇന്ന് കോമ്പറ്റീഷന് വന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും ഇളയ മോളാണ്. അവൾക്ക് ഇത്തിരി പുന്നാരവും കൂടുതലാണ്, വാശിയും കൂടുതലാണ്. ഞാൻ ഇക്കിന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഉമ്മി പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ല വാശിയുണ്ട്. പിന്നെ വീട്ടിലേക്കാക്കുമ്പോൾ താത്തയും കൂടെ പുന്നാരിച്ച് വഷളാക്കി വെച്ചേക്കണേന്, അത് സത്യമാണ്. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാണ് പഠിക്കണേ. അപ്പോൾ ഒബ്വിയസ്ലി ക്രേവിങ്സ് വരും ഫുഡ് കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് അത്ര വാശി പഠിക്കണേ. വെക്കാൻ പോന്നെ ഇത് ഞാൻ മുക്കുറ്റി വെച്ചിട്ട് മുക്കുറ്റീൻ്റെ ജ്യൂസ് എടുത്ത് പിന്നെ ഉള്ളിപ്പുട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാക്കും, പഴവും പുട്ടുപൊടിയൊക്കെ ഇട്ടിട്ട്. അതും കടലപ്പരിപ്പും കൂടി വെച്ചിട്ട് ഒരു പ്രഥമൻ. എന്റെ ചേച്ചി, ഞാൻ ഇത്രയും പരീക്ഷണം ചെയ്തിട്ട് ഇത്രയും ഞാൻ കണ്ടുപിടിച്ചില്ല. പക്ഷെ അത് നല്ല കാര്യല്ലേ? എന്തൊക്കെയായിരുന്നു? മുക്കുറ്റി പിന്നെ പുട്ടുപൊടിയും പഴവും ഒക്കെ. അതിന് ചേച്ചി എന്താ പറഞ്ഞേ? നുള്ളിപ്പുട്ട്. മുക്കുറ്റി, നുള്ളിപ്പുട്ട്, കടലപ്പരിപ്പ് പ്രഥമൻ. കടലപ്പരിപ്പ് പ്രഥമൻ. മോളുടെ പേരെന്നടാ? സിംന. ഓക്കെ, എന്നാ ചെയ്യുവാ? ഞാൻ 12th grade പഠിക്കും. 12th. ഇഷ്ടാണോ പാചകമൊക്കെ? നല്ല ഇഷ്ടമാണ്. അമ്മയെ സഹായിക്കും? എന്നൊക്കെ സ്പെഷ്യൽ ചെയ്യും? കൂടുതൽ ബേക്കിംഗ് ആണ്. ഞാൻ പരീക്ഷിക്കാത്ത ഏക സാധനം ബേക്കിംഗ് മാത്രമേ. ബാക്കിയെല്ലാം ആ പാടെ ഒരൊറ്റ കേക്ക് ഉണ്ടാക്കുള്ളൂ. മറ്റത് അളവ് തെറ്റിപ്പോയാ പോയില്ലേ. ഇതൊക്കെ ആവുമ്പോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ടീച്ചറായിരുന്നു. ഹസ്ബൻഡ് ഒരു കമ്പനി വർക്ക് ചെയ്യുമായിരുന്നു. കൊറോണ സമയത്ത് ഞങ്ങളുടെ 2 പേരുടെയും വരുമാനം നഷ്ടപ്പെട്ടു. 2 കുട്ടികളാണുള്ളത്. അവർക്ക് ഭക്ഷണത്തിന് പോലും ഒരു വരുമാനം കണ്ടെത്താൻ പറ്റാതെ ഞങ്ങൾ 2 പേരും ഒരുപാട് വിഷമിച്ചു. അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നുള്ള ഒരു ആശയത്തിൽ ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ വീട്ടിലിരുന്ന് ചെയ്ത് ഇപ്പോൾ അത് ഇന്ത്യ മുഴുവനും അയച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ വീട്ടിൽ ഉണ്ടാക്കി തരുന്ന ഫുഡെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്തേലുമൊക്കെ അച്ചാർ എന്നും സ്കൂളിൽ തന്നു വിടും. ആ കറി അച്ചാറെല്ലാം ഞാൻ കൂട്ടുകാർക്ക് കൊടുക്കുമ്പോൾ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാകാറുണ്ട്. അവർ പിന്നെ അമ്മയെ കൊണ്ടൊക്കെ വിളിപ്പിച്ച് അത് അച്ചാറുകൾ വാങ്ങാറുമുണ്ട്. പല ടീച്ചേഴ്സും വാങ്ങിച്ചിട്ടുണ്ട്. തരത്തിലുള്ള അച്ചാറുകൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കക്ക, മീന്, ചിക്കന്, ബീഫ്, കണവ, അങ്ങനെ കുറെ അച്ചാർ അമ്മ ഉണ്ടാക്കാറുണ്ട്. അതെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. പായസം എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു അനുഭവമല്ലേ. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് നല്ലൊരു പായസം കുടിക്കാനോ ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കാനോ ഒന്നും പറ്റാതെ വിഷമിച്ച ഒരു കുട്ടിക്കാലമായിരുന്നു. അമ്മ ഉണ്ടാക്കി തരാറുള്ള പായസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം കടലപ്പായസമാണ്. എന്റെ ബർത്ത്ഡേക്ക് അമ്മ ഉണ്ടാക്കി തരാറുള്ളതും കടലപ്പായസമാണ്. ഈ കുഞ്ഞ് ഇത് ഏറ്റവും വലിയ ആളല്ലേ? അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, പിള്ളേർ പോലും മിടിക്കുകളാന്ന് മനസ്സിലായല്ലോ അല്ലേ? അതാണ് ഞാനും ഈ പ്രായത്തിൽ പണിയെടുക്കായിരുന്നു. എന്ത് പണി കൊടുക്കല്ലേ? അതാ നല്ലത്. ഹലോ ഹലോ, എന്താ പേര്? എന്റെ പേരും ചാനലിന്റെ പേരും ഒന്നാ. അമൃത. ഓ, ക്രിയേറ്റീവ്, സൂപ്പർ. ഒരു കൈയ്യടി കൊടുത്തേ. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടി. എന്റെ പേരും ചാനലിന്റെ പേരും ഒന്നാണ്. ഹായ് അമൃത, ഏത് ക്ലാസ്സിലാ? 5ാം ക്ലാസ്സില്. കൊച്ചാണെന്ന് പായസം വെക്കാൻ പോന്നെ.
ഇനി എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് പറയാം, നിങ്ങളൊക്കെ എന്നാ വെച്ചാലും ഞാൻ കൊച്ചിനെ കൊടുക്കുന്നു. അതാ ഫസ്റ്റ് ഉറപ്പിച്ച് ഇവിടെ. കൊച്ചു ഇത്രയും എത്ര കോൺഫിഡന്റ് ആയിട്ട് കൊച്ചു പറയുവാന്നേല് ഞാൻ കൊച്ചിന് തരും കേട്ടോ. അച്ചടാ. അറിയാവോ പായസം വെക്കാന്? ആ അത് അമ്മയാന്ന് പറയുന്നേ. അമ്മയും വെക്കും. അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ഏതാ കൊച്ചിന്? കടലപ്രഥമൻ, ആണോ? ഇന്നപ്പോ ചക്കപ്രഥമൻ. ആ എന്നും അങ്ങനെ കടലപ്രഥമൻ കഴിക്കാൻ പറ്റുമോ ചേച്ചി? നമ്മൾ അല്ല, എന്നാലും അമ്മ വെക്കുന്നതിൽ ബെസ്റ്റ് കടലയാണ്. എന്നാലും അതൊക്കെ പറയുന്നല്ലേ. ആ കൊച്ചിന് ഇഷ്ടാണോ? അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ കയറുവോ അടുക്കളയില്? ഇടയ്ക്കൊക്കെ. ഇടയ്ക്ക് ബാക്കി പഠിക്കണം അല്ലേ? ഈ പാറു ചേച്ചിയെ പോലെ അല്ല അല്ലേ? ആ അതാ. ഓക്കെ, പേര് മോടെ? റീജ. റീജ. ഓക്കെ. ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് പിക്കിൾസ് ആ ഉണ്ടാക്കി 101 തരം വെറൈറ്റി അച്ചാറുകൾ. 101. മാങ്ങ, നാരങ്ങ, നെല്ലിക്ക. എനിക്കറിയാവുന്ന ഇഞ്ചി, മാങ്ങ, നാരങ്ങ, ആ, നെല്ലിക്ക. സദ്യ, ആ, ആ, പിന്നെ നെല്ലിക്ക, ആ. പിന്നെ പുളി. പുളിഞ്ചിക്ക. ആ ആ. ബീഫ്, ചിക്കൻ, കാടമുട്ട, കണവ, കക്ക. മുട്ട അച്ചാറിടും. കാടമുട്ട ചീത്താവില്ല? ഇല്ല. അത് ശരി. എന്റെ ദൈവമേ, ഞാൻ കുറച്ച് പുറകോട്ട് നിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ആൾക്കാര്. ദൈവമേ, ഇവിടെ പായസത്തിന്റെ പേര് കേട്ടോ ഞാൻ പേടിച്ചുപോയി. ഇവിടെ ഇങ്ങനെ 101 അച്ചാർ. Good. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best. എൻ്റെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അമ്മ ആക്ച്വലി ഭയങ്കര കോമഡി പീസാണ്. ഞങ്ങൾ എല്ലാവരും പറയുന്നൊരു കോമഡി പീസ് എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാം റോൾ ചെയ്യും നന്നായിട്ട്. പക്ഷെ ഭയങ്കര ടെൻസ്ഡാ, ഓവർ ടെൻസ്ഡാ അമ്മ. ഇപ്പം തന്നെ ഇവിടെ വരുന്ന കേസിൽ നമ്മൾ നല്ല റെഡിയാക്കി അടിപൊളിയായി കൊണ്ടിരുന്ന, എന്നാൽ പോലും ആ സ്റ്റാർട്ടിങ് ടൈം ആകുമ്പോൾ എല്ലാം അലമ്പിച്ചിട്ട് പറയും, എന്നെ നിങ്ങൾ കൊളാക്കി, എന്നെ നിങ്ങൾ കൊളാക്കി, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും എങ്ങനെയാണ്. പക്ഷെ എന്നെ ആദ്യമാണുള്ള ഇതാണെങ്കിലും അമ്മ കറക്റ്റ് സംഭവം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഫുഡിൻ്റെ കേസ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഏറ്റെടുത്താലും അത് അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷെ ഭയങ്കര ഇങ്ങനെ ഓവർ ടെൻസ്ഡാ അമ്മ. ഇപ്പം തന്നെ കണ്ടില്ല, അതെ അമ്മേനെ നാണംകെടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നുമോനെ, ഞാനിങ്ങനെ യഥാർത്ഥമായി ഈ പറയുന്ന പോലെ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം നല്ല ക്ലിയറും പെർഫെക്റ്റും ആണ്. പക്ഷെ ഇവരെന്നെ എപ്പോഴും ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യത്തിനും. പക്ഷെ ഞാനിങ്ങനെ ഒരു വ്യക്തിയല്ല, ഞാൻ എല്ലാത്തിനും പെർഫെക്റ്റ് ആണ്. വീട്ടിലെ ഏത് കാര്യത്തിനാണെങ്കിലും. ഈ പായസത്തെ പറ്റി പറഞ്ഞാൽ, അയ്യോ, നിങ്ങൾ ഈ പായസത്തെ പറ്റി ഒന്നും അമ്മയോട് ചോദിക്കില്ലേ? അമ്മ പണ്ടുകൊണ്ടുള്ള കാര്യം പറയും. ക്രിഞ്ചാണ്, ഫുള്ള് ക്രിഞ്ച്. അത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ടും അമ്മമാരുടെ കാലം മുതലേ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ട ഒരു ശീലമാണ് അതിനകത്ത് ഇതിനോട് ഇഷ്ടം തോന്നുന്നത്. ആ ഇഷ്ടത്തിലൂടെ ഞാൻ തന്നെ ഇത് എൻ്റെ ഒരു പ്രായമായപ്പോൾ, അന്ന് നമുക്ക് ഈ യൂട്യൂബ് മൊബൈലൊന്നും ഇല്ലല്ലോ. ആ കാലത്തിലെ ഇപ്പം സമയം ഞങ്ങൾ തന്നെ അത് പ്രിപ്പയർ ചെയ്താണ് ഇപ്പോൾ പ്രഥമനായിട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്ക് ഓരോരുത്തർത്തൊക്കെ പറയുമ്പോൾ ഞാൻ രുചിക്കായിട്ട് കൊടുത്തു. പക്ഷെ അതെനിക്ക് സക്സസ് ആണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പെൺപിള്ളേരാ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്കൊരു നല്ല സൂപ്പർ ലേഡിയാ. ആ കഥയൊക്കെ ഞാൻ വഴി പറഞ്ഞുതരാം. പട്ടയുടെ ഇല അല്ല ഇത്, വയനയില. ഓക്കെ, എന്താണ്? വയനയില. അതായത് നമ്മള് ട്രിവാൻഡ്രത്ത് തെരളിയപ്പം വെക്കില്ലേ? തെരളിയപ്പത്തിന്റെ കുമ്പിളപ്പം. ഇന്ന് കുമ്പിള് പായസാണോ? കുമ്പളപ്പ പായസമല്ല, ഞങ്ങൾ ഉണ്ടാക്കുന്ന പായസം പുന്നല്ലട പ്രഥമൻ. പുന്നല് അടപ്രഥമൻ. അപ്പൊ ഉണ്ടാക്കിയോ? ഉണ്ടാക്കി നമ്മള് വീട്ടിൽ തന്നെ അത് വാടിയിലേക്ക് അമ്മ ഉണ്ടാക്കി അത് പ്രിപ്പയർ ചെയ്ത് ഓണായിട്ട് നാടൻ രീതിയിൽ തന്നെ. അതായത് പ്രൊഫഷണൽ ആയിട്ട് ഇവര് പാരമ്പര്യമായിട്ട് കൊണ്ടുവരുന്നവയാ. ആണോ? അമ്മമാര് കാലം മുതലേ ഞങ്ങള് ഈ പ്രഥമനിൽ പ്രധാനം എന്ന് പറയുന്ന ഈ പുന്നല് കൊണ്ട് തന്നെയുള്ള പായസമാണ്. അട ഞങ്ങൾ തന്നെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തു. അതിലൂടെ കൂടുതലൊന്നും ഫ്ലേവർ ഒന്നും ചേർക്കാറില്ല. അതിന്റെ യഥാർത്ഥ രുചി നഷ്ടപ്പെടുമെന്നാണ് മാമമാര് പറഞ്ഞത്. അപ്പൊ അത് വെച്ച് ഉള്ള, അപ്പൊ നമ്മൾ ലാസ്റ്റ് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടണം. അതായത് മറ്റൊന്നും ചേർക്കാതെ അട. അപ്പം പുന്നലാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റി, ഹെൽത്തി ആയിട്ട്. ഓക്കെ. മോടെ പേരെന്താ? എന്റെ പേര് അഭിരാമി. ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഡാൻസ് ടീച്ചറാ. അപ്പം എന്റെ വീട്ടില് 3 പേരുണ്ടാകെ. ആ 3 പേർക്കും 3 ഇഷ്ടങ്ങളാ. ഒരാൾ പറയും അതുണ്ടാക്കണമെന്ന് പറയും, അയാളുടെ ടേസ്റ്റ് അല്ല മറ്റേ മോളാണെങ്കിൽ ആ ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഒരു തരത്തിന്, ഹസ്ബൻഡിനാണെങ്കിൽ വേറൊരു ഇഷ്ടം. പിന്നെ അതെല്ലാവർക്കും കൂടി ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഉണ്ടാക്കിയൊക്കെ കൊടുക്കും. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വരുമോ പറയും, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണല്ലോ ഇതാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ പിള്ളേര് കഴിച്ചിട്ട് പറയും, ഇതാണ് കഴിച്ചാൽ അവർക്ക് വീട്ടിലൊന്നും ഇഷ്ടമല്ലാതെയായി. ഞങ്ങളുടെ ഉള്ളിൽ 2 പേർക്കും പറയാണ്. ഉമ്മച്ചിക്ക് അതെ, ഉപ്പച്ചിക്ക് അതെ. ഉമ്മച്ചിന്ന് പറയേ എന്താ, അത് ഞാനും പറഞ്ഞു. ഉപ്പച്ചിക്ക് എന്താന്ന് വെച്ചാ എന്താ പറയാ,
ഇപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും പോവാന്നൊക്കെ കേൾക്കും. എന്നിട്ട് ഉപ്പച്ചി എന്താ പറയാ, അതും മറന്നു. അയ്യോ ചേട്ടൻ നിക്കട്ടെ, ഞാൻ പറയാൻ വന്ന് മറന്നുപോയേ, ഞാൻ ഓർക്കട്ടെ. പാചകത്തിൽ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെ നടത്തി അത് കൊണ്ടുവന്ന് കൊടുക്കണ മദറിനിലേക്കൊക്കെയാണ് കൊണ്ടു കൊടുക്കുന്നത്. അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ നല്ലതായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ഇവിടെ പിള്ളേര് പറയും അത് പോരാ, ഇത് പോരാ, കുറഞ്ഞു പോയി, കൂടി പോയി എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും അത് വെറുതെ പറയുന്നതൊക്കെയാണെന്ന് എനിക്കറിയാം. അവർക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഫുഡൊക്കെ തന്നെയാണ്. ഉപ്പച്ചിയുടെ ചില ഫുഡുകളുണ്ട്, അത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പച്ചി പറയും, ഇതിന് ഉപ്പ് കറക്റ്റാണ്, ഇതിന് മധുരം കറക്റ്റാണ്, എല്ലാം ചില ടൈമിലാണ് പക്ഷെ അത് വരുള്ളൂ കേട്ടോ. ആ ടൈമിലാണ് അവര് എന്താ പറയാ മെയ്ഡ് ഫോർ റീച്ചത്. അല്ല ഞാൻ നോക്കുവായിരുന്നേ, ഈ ടേബിളിൽ മാത്രമേ പ്രഷർ കുക്കർ ഉള്ളൂ, ഇടിയപ്പം പിഴിയുന്ന സാധനമുള്ളൂ. അപ്പം ആക്ച്വലി എന്നതാ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എന്റെ 4 മണി പൊറോട്ട ഫുൾ വെറൈറ്റി ആണല്ലോ ചേച്ചി ഇന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഇതില് ബ്ലാക്ക് റൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഒരു മുന്തിരിയുടെ ഒക്കെ ഒരു ഗ്രേപ്പിന്റെ ഒക്കെ ഒരു കളർ വരും അതിൽ. അപ്പൊ അതാണ് പേരെന്താ? വർഷാമൃതം. വർഷാമൃതം എന്നാണ് ഞങ്ങളുടെ പായസത്തിന്റെ പേര്. ചേച്ചിയുടെ പേരാണോ? അതെ, അത് അമൃതാഘോഷമുണ്ട്. അമൃതാഘോഷത്തിന്റെ കൂടെ ഓണം എല്ലാ വർഷത്തിലും വരുന്നത്. അപ്പൊ വർഷത്തിൽ ഉണ്ടാക്കുന്ന ഒരു മധുരം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അത് കൊള്ളാം. പിന്നെ ഇത് ചേച്ചി പുട്ടുണ്ടാക്കോ? അല്ല, പുട്ടല്ല. അതെന്താന്ന് വെച്ചാ പഴവും ഇത് റാഗിപ്പൊടിയാണ്, അതും കൂടി മിക്സ് ചെയ്തിട്ട് നൂൽപുട്ട് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ചേർക്കും ആ പായസത്തില്. പിന്നെ അതിനകത്ത് വേറെ വരുന്നുണ്ട്, ജിഞ്ചറിന്റെ നീര് വരുന്നുണ്ട്, പിന്നെ കുറച്ച് ലീഫ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, തുളസി. പിന്നെ ആ ലീഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടരുത്. അതെന്നെ ഞെട്ടല്ലെന്ന് പറഞ്ഞ അപ്പൊ എന്തായാലും കാണുന്നു. ആ അതെ, ഇത് പനിക്കൂർക്ക. അത് പനിക്കൂർക്ക. പിന്നെ ഉണ്ട് അതില് തുളസി. വളർത്തണ്ട, അത് ചൊറിയും. അയ്യോ ചൊറിയണോ? ചേച്ചി എന്റെ ദൈവമേ, എന്റെ മൂക്കൊക്കെ ചൊറിയോ? അതിടുവോ പായസത്തില്? അതിടും. അപ്പൊ ചൊറിയില്ലേ? നല്ല തോരനൊക്കെ ഉണ്ടാക്കും. അത് വർഷത്തിൽ ഒരു പ്രാവശ്യം കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കണ്ടേ. കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോ ഞങ്ങള് കഷ്ടത്തിലാവും. ഞാൻ തയ്യാറാക്കി 2-3 പ്രാവശ്യം. ചേച്ചി പേരാ? എന്റെ ഒരു മിശ്രിയ. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? അത് ഹൗസ് വൈഫ്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. കല്യാണത്തിന് ശേഷം കുക്കിംഗ് അറിയാത്തതിൻ്റെ പേരിൽ ഒരുപാട് പരിഹസിക്കപ്പെടുകയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് പട്ടിണിക്ക് പോലും കിടക്കേണ്ടി വന്നിട്ടുണ്ട് കുക്കിംഗ് അറിയാത്തതിൻ്റെ പേരിൽ. അങ്ങനെ നമ്മളെ കണ്ണ് നിറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വിശപ്പിന്റെ വില അറിയുന്ന സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കുക്കിംഗ് പഠിക്കണം, എനിക്കും ഇത് ചെയ്യാൻ പറ്റും. അന്നെ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത് എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ എൻ്റെതായ രീതിയിൽ, ആരും റെസിപ്പികളൊന്നും തന്നിട്ടല്ല, പലതും നമ്മൾ ചെയ്ത് പലതും ശരിയാക്കി ഇന്നും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, അവസാനിപ്പിക്കണം എന്നൊക്കെ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്ന എൻ്റെ മോൻ്റെ മുഖം മാത്രമാണ്. അവനാണ് എനിക്ക് ജീവിക്കാനുള്ള ഒരു കരുത്തും എല്ലാത്തിനും അവൻ മാത്രമാണ്. എന്നെക്കൊണ്ട് കഴിക്കാൻ മാത്രമേ പറ്റൂ, ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നൊരു ഇതുണ്ടായിരുന്നു ആ സമയത്ത്. ചെയ്ത് കാണിക്കാനും നിനക്ക് കഴിവില്ല എന്നുള്ളൊരിത്. പക്ഷെ ഇന്നിപ്പോ ഞാൻ പാചകം ഇഷ്ടപ്പെടുകയും അതിന്റെ പുറകെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ച് നമുക്ക് ഒരുപാട് ട്രോഫികൾ നമ്മളെ വീട്ടിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ആളുകളുടെ മുന്നിൽ എനിക്ക് അത് ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അയ്യോ, ഞാൻ പോയിട്ട് വരട്ടെ. അല്ല, നമ്മൾ പായസം കുടിക്കാനല്ലേ വന്നേ? അല്ല, അവിടെ ഇടിയപ്പോ പുട്ടും ഇവിടെ പുട്ട്. എല്ലാം കരിക്ക് പ്രഥമൻ സിമ്പിളാണ്, പക്ഷെ വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. പായസങ്ങള് ചേച്ചി വല്ലതും അറിയുന്നുണ്ടോ മക്കളെ? 5 മണി പുറകോട്ട് പോവാ. മില്ലറ്റ് വെച്ച് നമ്മൾ ഇന്ന് അട ഉണ്ടാക്കിയെടുത്തു. ചാമരിയും പിന്നെ റാഗിയും വെച്ചിട്ട് അട ഉണ്ടാക്കി. ചേച്ചി വീട്ടിലുണ്ടാക്കും? വീട്ടിലുണ്ടാക്കിയെടുത്താണ്, നമുക്ക് പരീക്ഷിക്കണ്ടേ. പിന്നെ അതെന്തായാലും വേണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി പരീക്ഷണം എന്നുള്ളൊരു സാധനം. പക്ഷെ ഇത്രയും ഞാൻ പരീക്ഷണത്തിലേക്ക് പോയിട്ടില്ല. കാര്യം ബാക്കിയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ
മടി പിടിച്ചിട്ട് സദ്യയുടെ എല്ലാ വിഭവം ഉണ്ടാക്കി കഴിയുമ്പോ മടി പിടിച്ചിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പായസം അടപ്പായസം മതി, അതെ. അതങ്ങ് നിർത്തിയിട്ട് അടുക്കള ഒതുക്കിയിട്ട് പോവാൻ നോക്കും. ഉണ്ടാക്കാറുണ്ട്. കറ്റാർവാഴ പ്രഥമൻ എല്ലാം ഉണ്ടാക്കി നോക്കാറുണ്ട്. കറ്റാർവാഴ പ്രഥമൻ. Wow. ഓ Full healthy ആണെന്ന് ഫുൾ തോന്നുന്നു ഹെൽത്തി, ചേച്ചി. ഫുൾ ഹെൽത്തി. അപ്പൊ ഈ കരിക്ക് നമ്മൾ ഇതിനകത്ത് പ്രഥമനിൽ വൈറ്റ് കളറാണോ? ഓ. അല്ലല്ലോ, ശർക്കര പായസാണോ? ശർക്കര മാത്രം. ഓക്കെ. അമ്മയുടെ കൂടെ കൂട്ട് വന്നാന്നോ? അതോ അമ്മ ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ് ചെയ്യും, ടേസ്റ്റ് നോക്കി ഹെൽപ്പ് ചെയ്യോ അല്ലാതെ ഹെൽപ്പ് ചെയ്യോ? അല്ലാതെ ഹെൽപ്പ് ചെയ്യും. ആണോ? ഓ. പോയിട്ട് വരട്ടെ, ഇനി നിർത്തിയാ കൊള്ളുക. All the best. മോളെ. കുട്ടിക്കാലം മുതലേ എൻ്റെ അമ്മ എബ്രോഡിലാണ് വർക്ക് ചെയ്തത്. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇല്ലാത്ത ആ കുറവുകളൊക്കെ നികത്തിക്കൊണ്ട് ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ രുചിക്കൂട്ടുകളൊക്കെ പഠിച്ചത്. ഇപ്പം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇല്ല, പക്ഷെ ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ ആദ്യം ഓർക്കുന്നത് എൻ്റെ അച്ഛനെ തന്നെയാണ്. പായസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ഉണ്ടാക്കി തന്ന ആ ഒരു പായസത്തിന്റെ രുചിക്കൂട്ടാണ് ഞാൻ ഇപ്പൊ എൻ്റെ മകൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൽ എൻ്റെ അടുത്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അത് കഴിച്ചിട്ട് നല്ലതെന്നൊക്കെ പറയും. എൻ്റെ മോൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, മോനെ ഇതുപോലെ അച്ചാച്ചി ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യാറുണ്ട്, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ മോൻ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. മേശയിൽ ഇഷ്ടം പോലെ സാധനം ഉണ്ടല്ലേ മാം? ഓണമൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് എല്ലാം നിറഞ്ഞു നിൽക്കണം. അതാണല്ലോ നമ്മുടെ ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം സമ്പൽ സമൃദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ തമ്പുരാനെ അത് ദൈവം അനുഗ്രഹിച്ച് എല്ലാവർക്കും വരട്ടെ, അതല്ലേ നമ്മുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും മാം. സത്യം. അതെ, ഇത് മുളയരി അല്ലേ? ഇത് ചാമാരി, ഇത് പയറുപരിപ്പ്, കടലപ്പരിപ്പ്, ബാക്കിയെല്ലാം പായസത്തിന്റെ. ഇത് മഞ്ഞ ചക്കയോ? ഇത് ഞാൻ പംകിൻ കൊണ്ട് ഉണ്ടാക്കിയത് അടയാണ്. അട. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ നെല്ലിക്ക. ഇത് നെല്ലിക്കോ? ഞാൻ വിചാരിച്ചു തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാ. മക്കളെ ഇപ്പൊ 6 പടി പുറകോട്ട് പോട്ടോ. അതാണ് അത് കൊള്ളാം. പിന്നെ ഇത് തേങ്ങാപ്പാൽ. ഓക്കെ. എനിവേ ഓൾ ദി ബെസ്റ്റ്. ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടാണ് ഞാൻ വളർന്നത്. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട് കത്തി നശിച്ച് പഠിക്കാൻ പോലും ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വസ്ത്രങ്ങളില്ലാതെ ഇരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി എൻ്റെ അമ്മയും അച്ഛനും ഒത്തിരി കഷ്ടപ്പെട്ട ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒന്ന് ലെവലായി വന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ മരണം. അതിൽ ഞങ്ങളെ ഒത്തിരി തകർത്തു. അതിൽ നിന്നൊക്കെ ഒന്ന് മോചനമായിട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും സങ്കടകരമായ വിഷമം എന്ന് പറയുന്നത് എൻ്റെ കാര്യങ്ങൾക്ക് പോലും ഒന്നും അച്ഛനില്ലെന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് ഇപ്പോഴും. കുറച്ച് നാൾ മുമ്പ് ഞാൻ ബോണ്ടായും പരിപ്പോടെ ഉഴുന്നുവടയും എല്ലാം ഉണ്ടാക്കി അടുത്തുള്ള കടകളിലെല്ലാം കൊണ്ട് സപ്ലൈ മോൻ ചെയ്യുമായിരുന്നു. ആ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടിയത്. ഇപ്പം പിന്നെ മോൻ്റെ ഒരു ചെറിയ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇപ്പം വസ്തുവില്ലല്ലോ, വീടില്ലല്ലോ എന്നുള്ളൊരു വലിയ മനപ്രയാസമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുന്ന് വിളി വന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഈ വിളി ഞങ്ങൾക്ക്. ഒട്ടും പ്രതീക്ഷയില്ലാത്ത സമയത്താണ് ഇവിടുന്ന് ഒരു കോൾ വരുന്നത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അമ്മേ ഇവിടെ എന്നാ അമ്മ എനിക്കൊരു സാധനം ഇരിക്കുന്നതിനോട് എനിക്ക് റോസാപ്പൂ. അയ്യോ അതിന്റെ അല്ല, ഈ റോസാപ്പൂ ഞാനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അല്ലേ അമ്മേ? അതാ കണ്ട അമ്മയ്ക്ക് എനിക്ക് കൊണ്ടുവന്നാ എനിക്കില്ലേ? ചോദിച്ചു പക്ഷെ അമ്മയ്ക്ക് എന്നോടാ സ്നേഹം കൂടുതൽ. ആദ്യം എനിക്കാ തന്നല്ലേ അമ്മേ? കണ്ടോ അമ്മയ്ക്ക് എന്നോടാ സ്നേഹം കൂടുതൽ. അമ്മയ്ക്ക് മാത്രം ലോകം മൊത്തം ചേച്ചിയോട് സ്നേഹം കൂടുതൽ സ്നേഹം. ചേട്ടൻ ഒരു മോനേ ഉള്ള? അല്ല, മോളും ഉണ്ട്. മോളും ഉണ്ട്. ഇത് മൂത്തതാ അല്ലേ? മൂത്തതാ. അപ്പൊ ചേട്ടൻ അതുകൊണ്ടല്ലേ അമ്മയുടെ കൂടെ വന്നേ. അമ്മ ഇന്ന് എന്നാ സ്പെഷ്യൽ ചെയ്യാൻ പോന്നെ? ക്യാരറ്റ്, ബർമസില്, അട. അട. ഓക്കെ. ഇതിന് പേര് വല്ലോണ്ടമ്മ? ഇത് ഞാൻ ചുറ്റി വന്നോ പല പേരുകൾ പഠിച്ചാ വന്നേ. ക്യാരറ്റ് ബർമൻസിന്റെ അടപ്രഥമൻ. അടപ്രഥമൻ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്.
കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തത് പുട്ടാണ്. പുട്ടും പാളിപ്പോയി. പിന്നെ ദോശ ഉണ്ടാക്കി, ദോശയും പാളിപ്പോയി. രണ്ടും പാളിപ്പോയപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനി നമുക്ക് റിസ്ക് എടുക്കണ്ട, ഞാൻ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാനാണ് ഇന്നിപ്പോൾ ഏട്ടനെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്ന ഒരാളായി മാറിയത്. അപ്പോൾ ഏട്ടൻ പറയാറുണ്ട് നിനക്ക് ഭയങ്കര കുറ്റം, ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടല്ലേ നീ ഇന്നിപ്പോൾ എന്നെ കുറ്റം പറയാറായതെന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ മോന് നന്നായിട്ട് കുക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ള ആളാണ്. അവന് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മമ്മ ഞാൻ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു കിലോ കടുക് ഇടട്ടെ എന്ന് ചോദിച്ച ആളാണ്. പക്ഷെ അവൻ എന്നെ നല്ല ഹെൽപ്ഫുള്ളാണ്. ഇപ്പം നന്നായിട്ട് അവനും പാചകമൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ഏട്ടൻ്റെ ലവ് മാരേജ് ആണ്. ഞങ്ങളുടെ മാരേജ് ഒരു വലിയ നടിയുമായിട്ട് ബന്ധമുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. വലിയൊരു ട്വിസ്റ്റാണ്. നമസ്തേ നമസ്തേ നമസ്തേ. ഇവിടെയാണെന്ന് തോന്നുന്നു. ഹാപ്പി ഓണം ചേച്ചി. അയ്യോ ഹാപ്പി ഓണം. നാണക്കേട്. ഹാപ്പി ഓണം. ഇന്ന് ഇവിടെ എന്താ സ്പെഷ്യല്? ഞങ്ങള് രണ്ടട പായസം പ്രഥമൻ, രണ്ടട കൊണ്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പ്രഥമൻ. ഞങ്ങൾക്ക് ആ ചെറിയൊരു സിംപ്ലിസിറ്റിയിലുള്ള സിമ്പിൾ രുചികരം മാത്രല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങള് ചെറിയ ആൾക്കാരാണ്, ഞങ്ങള് അങ്ങനെയല്ല കാന്താരക്കില്ലേ അതിന്റേതായ ഗുണമുണ്ട്. അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഗുണമുണ്ടെന്ന് വിശ്വസിച്ചു വന്നു. തീർച്ചയായിട്ടും. പിന്നെ ആർക്കാണ് ഇല്ലാത്ത? ഞാൻ എപ്പോഴും പറയും എല്ലാ മനുഷ്യർക്കും അതിന്റേതായ കഴിവുകളുണ്ട് അല്ലേ? ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മോന്റെ പേരെന്നാ? അഭിനവ് രഞ്ജിത്ത്. ഏത് ക്ലാസ്സിലാ? 8th സ്റ്റാൻഡേർഡില്. വള്ളുവനാട് ശ്രീ വള്ളുവനാട്. ഓക്കേ. പാചകം ഇഷ്ടാ? മമ്മേനെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആണോ? അമ്മയ്ക്കും എനിക്കുള്ളൊരു ഗുണം എന്നാന്നറിയോ? പാചകവും വാചകവും. ഞാൻ വാചകം തുടങ്ങിയ ഷൂട്ടിങ് നടക്കില്ല. അതാണ് എനിക്ക് പ്രശ്നം. ഇത് എന്നോടും പറയാറുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാട്ടോ. എനിക്ക് 2 ആൺമക്കളാണ്. അവരെ ചെറുതിലേ മുതൽ നമ്മൾ അടുക്കളയെ കയറ്റി അത്യാവശ്യം പാചകം ചെയ്യിക്കാനും തുണി അലക്കിക്കാനും പാത്രം കഴിക്കാനും ഒക്കെ ഇവരുടെ കുസൃതി കൊണ്ട് നമ്മൾ ഓരോ ജോലികളിലേക്ക് ഇവരെ തിരിച്ചു വിടുമ്പോൾ ഇവരത് ചെയ്തോളുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യും. ഞാൻ ഒരു ദിവസം വീട്ടിലില്ല, വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പൊക്കോളും. ഇവരുടെ പപ്പയും ഇവരും കൂടെ അടുക്കളയിൽ കയറുന്ന അന്ന് നമ്മുടെ അടുക്കളയെന്ന് പറഞ്ഞ ഭയങ്കര തട്ടും മുട്ടും ബഹളവുമാണ്. ഞങ്ങളുടെ അമ്മായിമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ പപ്പയാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ മൂത്ത മകൻ ആൽഫിനാണ്. അവന് അത്യാവശ്യം ജർമ്മൻ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് ഒരു 12:30 കഴിയുമ്പോഴായിരിക്കും അടുക്കളയിൽ കയറുന്നത്. ഞാൻ ഒരു 12:30 ആകുമ്പോൾ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കി ഒരു 3 മണിയാകുമ്പം ഇറങ്ങി വരുമ്പം ഈ സമയത്തായിരിക്കും അപ്പൻ രാവിലെ എഴുന്നേറ്റ് വരുന്നത്. പുള്ളിയും ഞാനും തമ്മിലൊരു കൊളാഷാണ് സാധാരണ ഈ ഒരു 3:30-4 മണി ടൈം. കണ്ടു കഴിയുമ്പോൾ പുള്ളിയാണെങ്കിലും ഗുഡ് മോർണിംഗ്, ഞാൻ അന്നെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോയി കിടക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം അപ്പൻ്റെ വായിന്ന് എന്തായാലും കേൾക്കും. കാരണം മല്ലിപ്പൊടി അങ്ങോട്ട് മാറിപ്പോയി, മുളക് പൊടി ഇങ്ങോട്ട് നീങ്ങിപ്പോയി, ഇഞ്ചി കുറെ എടുത്തു എന്ന് പറഞ്ഞ് അടിയായിരിക്കും. എന്ന് പറഞ്ഞാലും അപ്പന്റെ ഫുഡിന്റെ അത്രയും എന്റെയോ അമ്മയുടെയോ അനിയന്റെയോ ആരുടെയും ഫുഡ് അത്രയും വരത്തില്ല. പക്ഷെ ഇവിടെ എല്ലാം അടച്ചു വെച്ചേക്കാ ചേച്ചി, ഇവരൊന്നും കാണിക്കുന്നില്ല. അത് നീ കൈയിട്ട് വരുമെന്ന് പഠിച്ചിട്ടാണ്. അത്ര മാത്രം സാധാരണ നമ്മള് വീട്ടിലൊക്കെ ചെയ്യുന്ന സെയിം സാധനം. ഓക്കെ. ഇത് അട. ഓക്കെ. ഇത് ചേച്ചി വീട്ടിൽ ചെയ്തോ? വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ വേവിച്ചു. ഈ കോട്ടയംകാരൊക്കെ എപ്പോഴും ഈ അട ഉണ്ടാക്കാൻ പഠിച്ചത്? ഞാൻ അറിഞ്ഞില്ല. ആണോ? എല്ലാരും അങ്ങ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുവാ. അത് ശരി, കൊള്ളാമല്ലോ. ഇനി പാടം മേടിക്കണേ കോട്ടയത്ത് വരണം. പക്ഷെ സിമ്പിൾ ബട്ട് ദ ബെസ്റ്റ് അല്ലേ? നമ്മളെ കൊണ്ടാകാവുന്ന എന്താണ് സിമ്പിൾ ആയിട്ട് ചെയ്യാന്ന് കരുതി. കറക്റ്റ്. ചേച്ചിക്ക് ഇഷ്ടമാണോ പാചകമൊക്കെ? അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യും. പിന്നെ ആരെ കൊണ്ടും മോശമൊന്നും പറയിപ്പിക്കത്തില്ല. അത്യാവശ്യം. പേരെന്നാ? എന്റെ പേര് ജോയ്സ്. ജോയ്സ്. മോന്റെ? ആൽഫിൻ. എന്നാ പഠിക്കുവാന്നോ? ഞാൻ പോവാ. എങ്ങോട്ട്? ജർമ്മനിക്ക് പോവാ. എടാ പായസം ഉണ്ടാക്കിച്ചു പോവാം. ഇപ്പൊ പോരുത് പ്ലീസ്. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഞാനും പായസമായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 7-8 വർഷമായിട്ട് ഹരിപ്പാട് പായസമേളകൾ നടത്താറുണ്ട്. ഒരു 600-700 പേർക്ക് വരെ പായസം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഗ്ലാസ് കുടിക്കുമ്പോഴും അവരുടെ ഒരു റിവ്യൂ ഉണ്ടല്ലോ, അതാണ് സത്യത്തിൽ എൻ്റെ എനർജി. ഞാൻ ഈ സ്റ്റോൾ ഇടുമ്പം എൻ്റെ ഹസ്ബൻഡും മക്കളുമാണ് എനിക്ക് ഇന്ന് സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടുണ്ട്. മക്കൾ 3 പേരും, ഒരാൾ മാർക്കറ്റിങ്, മറ്റു 2 പേരും ഓർഡർ എടുക്കുകയും ബാക്കി കണക്കുകളെല്ലാം നോക്കാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും എല്ലാം എൻ്റെ കൂടെ നിൽക്കുന്ന അവർ തന്നെയാണ്. നേരത്തെ അമ്മ പറഞ്ഞതുപോലെ
ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അനിയത്തിയും ഞങ്ങളെല്ലാവരും സ്റ്റോളിൽ ഇരിക്കാറുണ്ട്. പക്ഷേ ഈ പായസമേള എല്ലാം കഴിയുമ്പോൾ എൻ്റെ പൈസ ഞാൻ ചോദിച്ച് വാങ്ങാറുണ്ട്. അതിനൊരു കോംപ്രമൈസും ഇല്ല. വേലാസ്വാമിയുടെ നാടായ ഹരിപ്പാട് നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഓരോ ദിവസവും പായസം ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ഒരു ടെൻഷനാണ്, അത് തീരുമോ എന്ന്. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് വൈകിട്ടാകുമ്പോഴത്തേക്കും തീർന്നിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അമ്മയുടെ പായസം പോലെ തന്നെയാണ് അമ്മ ഉണ്ടാക്കുന്ന സദ്യ. അപ്പോൾ ഓരോ പിറന്നാളാവാൻ വേണ്ടി ഞാൻ എപ്പോഴും കാത്തിരിക്കും. അപ്പോൾ അമ്മയുടെ സദ്യയും കഴിക്കാം, പായസവും കഴിക്കാം. ഇത്രയും പേരെ കണ്ടേച്ച് വന്നപ്പോ അങ്ങ് മടുത്തോ? ആദ്യം പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ എല്ലാരെക്കാട്ടിലും ട്രഡീഷണൽ ആയിട്ട് ഉരുളി വെച്ചേക്കുന്ന ഇവിടെയാ. കണ്ടോ? അതാ ഓണത്തിനൊക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റോർ ചെയ്യുന്ന എടുക്കുന്ന ഓട്ടുരുളി ഇതാണ്. അതിനൊരു ഓണത്തിന്റെ നിറവുണ്ട് ഇവിടെ. ഇന്ന് ഉണ്ടാക്കുന്നേ ഞാൻ ഉണ്ടാക്കുന്ന റാഗിയും മഖാനയും ചേർത്തിട്ടുള്ള അടയും, അടമാങ്ങ, പഴുത്ത മാങ്ങ ശർക്കര ഇട്ട് ഉണക്കിയത്. അടമാങ്ങ സാധാരണഗതിയിൽ ഉപ്പിലിട്ടത് നമ്മൾ കഴിക്കുവല്ലേ? പഴുത്ത മാങ്ങ ശർക്കര ഇട്ട് ഉണക്കി സൂക്ഷിക്കാം. ആ ശരി. ഇത് വീട്ടിലെ എങ്ങനെ ആരാ സ്വന്തമായിട്ട് ചെയ്യുന്ന? എന്താ പേര്? സരിത സുരേഷ്. മോനോ? എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. എന്നാ ചെയ്യുവേ? ഞാൻ +2 പഠിക്കും. ഹെൽപ്പ് ചെയ്യോ അമ്മേനെ? കുഴപ്പമില്ല. ഹെൽപ്പ് ചെയ്യാറുണ്ട് അമ്മ? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഈ 10 ടേബിളിൽ ഞാൻ പോയിട്ടും ഇതിന്റെ മുമ്പിൽ ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നറിയോ, ഞാനൊരു ബിഗ് സീറോ ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഓരോന്ന് ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തൃപ്തിയായിട്ടും നിറവോടെയും രുചിയോടെയും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പരീക്ഷണവും കുറേ പാചകം പഠിച്ചതും എല്ലാം. അല്ലാതെ വലിയ മിടിക്കൊന്നും അല്ലെന്ന് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ ഒന്നും ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല. അതിനായിട്ട് പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അതെ ചേച്ചി, അത് പറയുന്നതിന് മുന്നേ നമുക്ക് തട്ടിലേക്ക് കയറാം. അവിടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ എല്ലാവരും നമുക്ക് നന്നായിട്ട് കാണാം. കറക്റ്റ്. ഓക്കെ, നമുക്ക് ഇപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാലോ? അതെ, ചേച്ചി പറഞ്ഞ ആ രുചിയുടെ രാജാവ്. കറക്റ്റ് അല്ലേ? ആരാണെന്ന് അറിയണ്ട, എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹമായിരിക്കും ഇന്നിവിടെ വിധി എഴുതുക. അതെ, അതാണ് കറക്റ്റ്. ഞാൻ അപ്പൊ ആ രുചിയുടെ രാജാവ് ആരാണെന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു 50 years, 50 വർഷത്തെ പാരമ്പര്യമുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തുറ രാജ കുടുംബത്തിന് വരെ അദ്ദേഹത്തിന്റെ മുത്തശ്ശനൊക്കെ ആയിരുന്നു സദ്യയൊക്കെ കൊടുത്തിരുന്നത്. അത്രയും പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതെ, ഒരു കാര്യം മനസ്സിലാക്കണം, എന്താ അറിയോ, ഞാൻ പേടിപ്പിക്കുകയല്ല. അതെ, ഈ നമ്മള് പറയല്ലേ കൈപ്പഴക്കവും തഴക്കവും വന്ന അദ്ദേഹം എന്ന് പറയും. അത് മാത്രല്ല, അദ്ദേഹത്തിന് മണത്തിൽ കൂടി പോലും അറിയാൻ പറ്റും പായസത്തിന്റെ രുചി എന്നാ പറയാ. അതെ, അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ തന്നെ ഞാൻ അവിടെ ആണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയേ, തീർന്ന്. പിന്നെ ഒരു വലിയ ബ്രാൻഡ്, ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ ചേച്ചി? എത്രയോ വർഷത്തെ ഹാർഡ് വർക്ക്. അതെ, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ. നമുക്കൊക്കെ നല്ല എന്താ പറയാ രുചിയുള്ള സദ്യ നമുക്ക് വിളമ്പി തരുന്ന സുഹൃതം കാറ്ററിംഗ്, അതിന്റെ ഓണർ കൂടെയാണ് സാറ്. SK സുബ്രഹ്മണ്യൻ സാറിനെയാണ് നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അപ്പൊ യാനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിലേക്ക് SK സുബ്രഹ്മണ്യൻ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ഞാനും ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് നിറവോടെ അതെ സ്വാഗതം ചെയ്യും. ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാൻ ഒരു ടെലിവിഷൻ ചാനൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അത് ആനിയുടെ ഒപ്പം അമൃതയുടെ ഇതിലായത് കാരണം ഭയങ്കര സന്തോഷം. സാർ, എനിക്ക് അതിനെക്കാട്ടിലും വലിയൊരു സുഹൃത്ത് എന്താണെന്നറിയോ, സാറിനെ പോലെ ഒരാളുടെ കൂടെ നിൽക്കാൻ സാധിച്ചത് ഞാൻ ബ്ലസ്ഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കാം. അത് മാത്രല്ല, നമ്മുടെ കണ്ടസ്റ്റൻസിന് എല്ലാവരോടും ഞാൻ പറഞ്ഞിരിക്കുന്നത്, സാറാണ് ഇന്ന് നമ്മുടെ ഇവിടെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. അതെന്താ അറിയോ സാർ, ഇന്ന് ഈ 10 കൗണ്ടറിലും ഞാൻ സാധാ ഒരു അടപ്പായസം പ്രതീക്ഷിച്ച് കയറി. പരിപ്പ്, കടല ഇതെല്ലാം പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷെ ഇതൊന്നുമല്ല സാർ, 10 കൗണ്ടറിലും 10 തരം പായസമാണ്. അതെ, പരീക്ഷണങ്ങൾ എപ്പോഴും പുതുമയിലേക്ക് വരുന്നു. അത് ഹെൽത്തി ആയിരിക്കണം, അതാണ് ഏറ്റവും. ഇത് മിക്കവരും ഹെൽത്തി ആയിട്ട് തന്നെയാണ് സാർ ചെയ്യുന്നത്. സാർ, ഈ അടപ്പായസം ഒക്കെ അതിന്റെ എന്താ പറയാ ഒറിജിൻ അങ്ങനെയൊക്കെ എന്താണ് സാർ? ഹിസ്റ്ററി ഉണ്ടാവില്ല, നമ്മളെപ്പോഴും പായസം പായസം എന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ കാലത്ത് ഭക്ഷണത്തിനാണ് പ്രശ്നമായിരുന്നത്. ഭക്ഷണം അമൃതം ആവാനായിട്ടാണ് അരിയിൽ ശർക്കരയും
മറ്റു സാധനങ്ങൾ ചേർത്തിട്ടാണ് പായസം ആദ്യം ഉണ്ടാക്കുന്നത്. അത് അവര് ഭക്ഷണം നല്ലോണം കഴിച്ചാൽ മധുരം കഴിക്കണം എന്നുള്ളത്. ഓക്കെ സർ, അപ്പൊ എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് അറിവില്ലാത്തോണ്ട് ചോദിക്കാണ്. സദ്യ എപ്പോഴും നന്നാവുന്നത് സാമ്പാർ നന്നാവുമ്പോഴെന്നാണ് പൊതുവേ കേൾക്കുന്നത്, ശരിയാണോ സർ? സാമ്പാർ മാത്രമല്ല, സാമ്പാർ ഒരു മെയിൻ ഘടകമാണ്. സാമ്പാർ, പായസം, അവിയൽ, പച്ചക്കറി സദ്യയില് ഏറ്റവും ഇത് മൂന്നും നന്നായാൽ സദ്യ നന്നായി. അതിലേതെങ്കിലും ഒന്നില് പാളിച്ച പറ്റിയാൽ സദ്യക്ക് മോശപ്പേരാണ്. ഓ അത് ശരി. പക്ഷെ ചേച്ചി, സാർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പ്രഥമൻ, പാലട പ്രഥമന്റെ ഭയങ്കര വലിയൊരു ഫാനാണ് ഞാൻ. എപ്പോഴും സ്വിഗ്ഗിയിൽ ഇടയ്ക്ക് ഓർഡർ ചെയ്യും. അതായത് പപ്പടവും പഴം കൂട്ടി മാത്രം കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓർഡർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുബ്രതം കാറ്ററിംഗിലെ ആ പാലട പ്രഥമൻ, ഭയങ്കര ഇഷ്ടമാണ് സാർ. സാർ ഇപ്പൊ എത്ര ലിറ്റർ പായസം വരെ പോവായിരിക്കും വിശേഷ ദിവസങ്ങളിലൊക്കെ? കാരണം സാറിന്റെ പായസം എന്ന് പറഞ്ഞാൽ വാങ്ങാത്ത ആരുമില്ല. ഓണത്തിന്റെ ദിവസം എല്ലായിടത്തും ഞാൻ ഒരു ബ്രാഹ്മണ സഭയുടെ ഒരു പായസം ഒരു 40 വർഷമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഒരു 2000 ലിറ്ററോളം ഉണ്ടാവും പായസം. അവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആലോചിച്ചോടെ. സാറിന് ഇഷ്ടമാണോ ഈ കേറ്ററിംഗും ഈ ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ? ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ട്, സന്തോഷമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ജോലി വരെ ഉപേക്ഷിച്ച്. ഇവിടെ ഒരു ചേച്ചി അത് പറയുകയും ചെയ്തു, ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഭയങ്കര തൃപ്തിയാണ്, ഒരാൾക്ക് കൊടുക്കുമ്പോ നിറവോടെ കൊടുക്കണം, രുചിയോടെ കൊടുക്കണം. അത് സത്യമാണ് സർ. പാചകത്തോട് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും. അതെ, പാചകം അമ്മമാര് ചെയ്യുമ്പോൾ നമുക്ക് സ്വാദ് തോന്നുന്നത്, അമ്മമാര് സന്തോഷത്തോടു കൂടി ഉണ്ടാക്കും. അതെ, സ്നേഹത്തോടെ കൂടി സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുമ്പോൾ പാചകത്തിന്റെ സ്വാദ് കൂടും, അത് കഴിക്കുന്ന അളവും കൂടും. അതെ ചേച്ചി, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ജോലി വിട്ട് ഞാൻ പാചകം ഇഷ്ടപ്പെട്ട് ഇതിലേക്ക് വന്നു. സാറിന്റെ ഫാമിലി ഫുൾ ഇതില് തന്നെയാണ്. അത് അച്ഛൻ, മുത്തശ്ശൻ, ഇളയച്ചനൊക്കെ. മുത്തശ്ശനാണ് രാജകുടുംബത്തിലെ അവർക്ക് പാചകത്തിന് വേണ്ടി വന്നത്. പിന്നെ ഞങ്ങൾ തൃപ്പൂണിത്തുറ ആണ് ശരിക്കും രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട്. അവിടെ അച്ഛനും മുത്തശ്ശനും ഇളയച്ചനും ഒക്കെ കൂടി കുടുംബ പാരമ്പര്യമായിട്ട് അവിടെ. ഈ പാരമ്പര്യം നെക്സ്റ്റ് ജനറേഷനിലേക്ക് തീർച്ചയായിട്ടും എന്റെ മകനും മകളും എല്ലാവരും. മകൻ MBA കഴിഞ്ഞ് പ്ലേസ്മെന്റ് ആയിട്ട് ജോലിക്ക് പോവാതെ വീണ്ടും ഇതിൽ തന്നെ വന്നിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം സർ. സർ, ഇവിടെ ഇപ്പൊ നമുക്ക് കോൺടെസ്റ്റില് നമ്മുടെ പാചകത്തിന് 1 മണിക്കൂറാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. സാറ് അതനുസരിച്ച് പറഞ്ഞു തരും. സർ, അവർക്കുള്ള റൂൾസ് ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ കോൺടെസ്റ്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ 1 മണിക്കൂർ മതിയാവുന്നു വിചാരിക്കുന്നു. അതിന് മുമ്പ് തീരുമായിരിക്കും. പക്ഷെ അത് സമയമെടുത്ത് എന്ത് പായസം ചെയ്താലും അത് കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരിക്കലും പായസം തിളച്ച വഴി വിളമ്പരുത്. ആ പാത്രത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്ന് അതിൻ്റെ പാത്രപാകം എന്ന് പറയും, ആ പാകത്തിൽ വന്നിട്ട് പായസം സെർവ് ചെയ്യും. അതാണ് സർ. അതിനുള്ള ടിപ്പുകൾ എന്താ? ഞാൻ നേരത്തെ സാറിനോട് സംസാരിച്ചപ്പോൾ സാർ 2-3 ടിപ്പ് പറഞ്ഞു തന്നു. മധുരം കൂടാൻ പാടില്ല, കുറയാനും പാടില്ല, അതിന്റെ സമമായിരിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ സാർ പറഞ്ഞെന്തറിയോ, പായസം കാണുമ്പോൾ അറിയാൻ പറ്റും പായസത്തിന്റെ രുചി എന്താണ്. അതിന്റെ ടിപ്പ് എന്താണ് സർ? പായസം ഉണ്ടാക്കി കഴിഞ്ഞ് പാത്രത്തിലിരിക്കുമ്പോൾ തന്നെ അറിയാം, അതിനൊരു ഗ്ലേസിങ് ഉണ്ടാവും എല്ലാ പായസത്തിനും. ഇപ്പോൾ നിങ്ങൾ എന്ത് വിഭവം കൊണ്ടുണ്ടാക്കിയാലും പായസത്തിന് ഒരു ഗ്ലേസിങ് ഉണ്ടാവും. ആ ഗ്ലേസിങ് അതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നുള്ളത്. അതെ, കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. അതായത് സാർ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കട്ടിയായി പോകും. അതാണ് ആകർഷണം. അത് ഈ മുകളിൽ നമ്മൾ കശുവണ്ടിയും ഇതൊക്കെ ഇടുന്നത്. കശുവണ്ടിയൊക്കെ ശരിക്കും പൊൻനിറത്തിൽ, നെയ്യ് അധികം കട്ടമാനം ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ നിറവും ഇതൊക്കെ പോകും. അല്ലാതെ കശുവണ്ടിയും ഇതൊക്കെ ചെയ്യുമ്പോൾ അത് അത്ര കറക്റ്റായിട്ട് ചെയ്താൽ അതാണ് സമയം എടുക്കുന്നത്. അതേപോലെ സാറ്, നമ്മൾ ഇതിനല്ല ഞാൻ പറയുന്നത്, സാറ് പാചകത്തിൽ ഒരു മെയിൻ കാര്യം പറഞ്ഞ എന്താ അറിയോ, നമ്മളെപ്പോൾ പാചകം ചെയ്യുമ്പോഴും ഏത് സാധനം അടുപ്പി വെച്ചാൽ തുളുമ്പാൻ പാടില്ല, പിന്നെ കരിയാനും പാടില്ല, അതായത് പുകയാനും പാടില്ല. അപ്പൊ ഞാൻ സാറിനോട് പറയുന്നത്, ഞങ്ങള് വീട്ടമ്മമാര് നോക്കി നിന്നാ ചായ തിളക്കില്ല. എന്തെങ്കിലും കാര്യം പറയാം, എന്താ ചോദിച്ചാൽ തീർന്നു. സത്യല്ലേ ഞാൻ പറഞ്ഞേ? ഇപ്പൊ സാറായിരിക്കും ഇന്ന് നമ്മളെല്ലാരെയും ജഡ്ജ് ചെയ്യാ, ഞാനല്ല. അതുകൊണ്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ സാറായിരിക്കും പറയാ. എല്ലാവർക്കും എന്റെ എന്താ പറയാ, ഓൾ ദി ബെസ്റ്റ്. സത്യമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോന്നും ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഓരോ പായസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ സാർ? അതെ, ഓക്കെ. എല്ലാവർക്കും
ഓണാശംസകൾ തുടങ്ങാറായെങ്കിൽ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യട്ടെ. 3, 2, 1 ഗോ. ഓക്കെ, നമ്മള് ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മുടെ ഒരു സപ്പോർട്ട്, ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ആരാ ചേച്ചി? നമ്മുടെ സ്പോൺസേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡെവിൻ ഫുഡ്സ് അവര് കോട്ടയത്ത് നിന്നാണ്. അപ്പൊ നമ്മുടെ കോട്ടയത്ത് വന്നിട്ട് കോട്ടയം എന്ന് പറയുമ്പോ ചേച്ചിക്ക് ഒരു ഇതുണ്ട് സാർ. അപ്പൊ കോട്ടയത്ത് വന്നിട്ട് നമ്മൾ അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാതെ പോവാൻ, സംസാരിക്കാതെ പോവാൻ പറ്റുമോ? വിളിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഡെവിൻ ഫുഡ്സ് ലിമിറ്റഡിന്റെ CEO സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, KK ശശീന്ദ്രൻ സാർ. അപ്പൊ സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. സാർ ശശീന്ദ്രൻ സാർ, ഇത് നമ്മുടെ സുബ്രഹ്മണ്യൻ സാറാണ്, സുകൃതം കാറ്ററിംഗിന്റെ ഓണറാണ് സാറ്. അപ്പൊ സാറാണ് ഇന്നിവിടെ ജഡ്ജ് ചെയ്യുന്നത് ഏത് പായസമാണ് ബെസ്റ്റ് പായസം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ആനീസ് കിച്ചന്റെ ഒരു കുക്കറി കോൺടെസ്റ്റ്, നമ്മുടെ ഇവന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പൊ അതിനേക്കാട്ടിലും വലിയൊരു അഭിമാനത്തോടുകൂടിയാ സാർ ഞാനിവിടെ ഇരിക്കുന്നത്. നമ്മള് കോട്ടയംകാർക്ക് ഒരു ഫ്രൂട്ട് പ്രോഡക്ട്സ് ഇറക്കാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്കൊന്നും സാധിച്ചില്ലെങ്കിലും ഒരു കോട്ടയംകാരി നിലയ്ക്ക് ഒരു അഭിമാനമുണ്ട് സാർ, തീർച്ചയായിട്ടും. സാർ, അതിനെക്കാട്ടിലും എനിക്ക് ചോദിക്കാൻ എന്താ പറയുക, ഒരു പൊസസീവ്നെസ് ആണോ, ഒരു സെൽഫിഷ് ആണോ ഒക്കെ ആയിട്ട് ചോദിക്കാം. നമ്മൾ കോട്ടയംകാർക്ക് വേണ്ടി സ്പെഷ്യൽ ഒന്നുമില്ലേ സാർ? ആദ്യമായിട്ട് അമൃത ടിവിക്ക് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഭയങ്കര സപ്പോർട്ടായിരുന്നു അമൃതയുടെ സപ്പോർട്ട്. രണ്ടാമത് ഈ രണ്ട് മുഖ്യ അതിഥികളെയും കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. പ്രത്യേകിച്ച് മാഡത്തിനെ കാണുന്നതിൽ ഒരു വലിയ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് ഒരു വലിയ ഫാനാണ്. ഈ ഡെവോൺ ഫുഡ്സ് 37 വർഷം കഴിഞ്ഞിപ്പോൾ 38ാമത്തെ വർഷമാണ്. കോട്ടയത്തിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ മസാല എന്ന ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ, സാമ്പാർ മസാല, ചിക്കൻ മസാല, അങ്ങനെയുള്ള പ്രോഡക്ട്സ് എല്ലാം എടുക്കുമ്പോൾ ഈ ബ്ലെൻഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട് ഭയങ്കര ഒരു എത്നിസിറ്റി ഉണ്ട്, വെവ്വേറെ വ്യത്യസ്തതകളാണ്. പക്ഷേ കോട്ടയത്തിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിൽ കൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു ബ്ലെൻഡും ഇവിടുത്തെ ഒരു ടേസ്റ്റും മറ്റ് ഡിസ്ട്രിക്റ്റിൽ പോകണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ച് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 1.5 വർഷത്തിൽ അതിൻ്റെതായ ഒരു റീച്ച് ഭയങ്കരമാണ്. ഇന്നിപ്പോൾ ഡെവോൺ ഫുഡ്സ് ഈ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ കസ്റ്റമേഴ്സ് തന്നെയാണ്. ആ കസ്റ്റമേഴ്സിൻ്റെ ഒരു റീച്ച് ഭയങ്കരമാണ്. അവരത് അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇന്ന് എല്ലാ ഡിസ്ട്രിക്ട്സിലും, കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്ട്സിലും ഡെവോണിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഡെവോണിൻ്റെ പ്രോഡക്ട്സിന് അതിൻ്റെ റീച്ചും ഉണ്ട്. ഫെസ്റ്റിവൽ സീസണിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഓണം എന്ന് പറയുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിൽ ഏറ്റവും അധികം വരുന്നത് എത്ര കൂട്ടം പായസം എന്നാണ്. പായസമാണ്. അപ്പം നമ്മളുടെ പായസം ഇത്തവണ ഒരു പാലട മിക്സ് ഉണ്ട്, ഒരു സേമിയ മിക്സ് ഉണ്ട്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ കോൺസെപ്റ്റ് തന്നെ ആളുകൾ അത് മേടിക്കുമ്പം കൂടുതൽ മേടിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട്. കാരണം ഇതൊരു കോൺസെപ്റ്റിൽ ആ കാലഘട്ടത്തിൽ മാത്രം വിറ്റുപോകുന്ന പ്രോഡക്റ്റാണ്. ഇവിടെ ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതിനേക്കാളും 30% കൂടുതലാണ് എൻ്റെ ഡിമാൻഡ് മാർക്കറ്റിൽ.
നമസ്കാരം നമസ്കാരം നിങ്ങൾ ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമസ്കാരം സാർ ഹായ് നമസ്കാരം നോബി ചേട്ടാ. ഹലോ സാർ സുഖല്ലേ ചേച്ചി നമസ്തേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമസ്തേ. എന്താണ് ഹാപ്പി ഓണം, ഹാപ്പി ഓണം. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഹാപ്പി ഓണം എല്ലാവർക്കും. സാറേ ഒരുപാട് കേട്ടിട്ടുണ്ട് സാറിനെ പറ്റി. സാർ അതെ, അതെ, അതെ. ഭയങ്കര കൈപ്പുണ്ണികളാണ്. ആ കയ്യിലൊന്നും തൊട്ടോ വേണമെങ്കിൽ അതെ. ഓ സാർ സാർ തലയിൽ എണ്ണ വയ്ക്കുമ്പോ തന്നെ അളവ് തെറ്റും. ഇത് നമ്മുടെ പിന്നെ ഡെവൻ കുക്കിങ്ങിന്റെ കാര്യം പറയണ്ടല്ലോ. നോബി ചേട്ടാ, നമ്മുടെ ഡെവൻ സാറ് പിന്നെ പിന്നെ സാറ് നമുക്കറിയാലോ നമ്മള് മെഗാ ചാർജ് ഇവന്റിനൊക്കെ സാറ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. കോട്ടയംകാരാണേ. കോട്ടയം കേട്ടു കേട്ടു. പിന്നെ വേറെ സംഭവം കോട്ടയത്ത് വന്നപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. സാധാരണ കോട്ടയത്ത് ചെല്ലുമ്പം നല്ല മുളവരച്ച മീൻകറിയും ഇതൊരു താറാവ് മപ്പാസ കഴിക്കാന്ന് പറഞ്ഞ് വന്നത്. അവൻ വിചാരിച്ച് വേണ്ട, നല്ല പ്രഥമം ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് അത് കുടിച്ച് 2 ഇൻസുലിൻ എടുത്തിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു. ചേച്ചി ഓണം ആയതുകൊണ്ട് ഡയാനയ്ക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ചോദിക്കാൻ വരായിരുന്നു. അതെ അതെ, ഇപ്പൊ ലെവൻ ഫ്രൂട്ട്സ് പുതിയ പ്രോഡക്ട്സ് ഒക്കെ എടുക്കാൻ പോകുന്നു പറഞ്ഞ പോലെ ചേച്ചി എന്നെ കണ്ടു, എന്നെ മുഖം കണ്ടായിരുന്നോ? ഞാൻ ഉറങ്ങാണ്ട് ഉറക്കം ഉളച്ചിരുന്ന ചേച്ചിക്ക് വേണ്ടിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നേണേ ഇത്. എന്ത് കഷ്ടപ്പെട്ടെന്നറിയുമോ? 2 കേസായി എനിക്കത്. സംഭവം നോക്കുമ്പോ ചേച്ചി 2 കേസുണ്ട്. ഞങ്ങൾ എക്സൈറ്റഡ് ആവുന്നത് അതൊക്കെ ഉണ്ട്, വെറൈറ്റി ആണ് ചേച്ചി. ഞാൻ കുറച്ച് ദിവസമൊക്കെ എടുത്തോട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചേച്ചിക്ക് വേണ്ടിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നേക്കുവാണ്. ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ആണത്. ചേച്ചി മറന്നുപോയി സംഭവം. അത് ഡയാന കണ്ടുപിടിച്ചത്. തുറക്കണം. എന്നാ ചേച്ചി പേടിക്കുന്നത്? എന്നെത്ര പേടിക്കുന്നത്? ചേച്ചിയല്ലേ കൊണ്ട് നല്ല ഗിഫ്റ്റ് ആയിരിക്കും. എന്റെ കോട്ടയംകാരുടെ മുമ്പ് വെച്ച് സാറേ, സാറിന്റെ മുമ്പ് വെച്ച് സാർ ബാക്കി വന്നേ. കൊച്ചു 3-4 ദിവസം ഉറക്കം ഒഴിഞ്ഞൊക്കെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. നോക്ക് ചേച്ചി, ധൈര്യം നിനും കൂടെ വേണം കേട്ടോ. പാർവതി ശാലം കിടക്കുന്നു. നീ പൊട്ടിത്തെറിക്കോ? ബോംബല്ല അത്. ചേച്ചി അടുത്തത് എനക്കാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. എന്താ ചേച്ചി അത്? സോപ്പ്, റോസാപ്പൂ, ചേച്ചി ഈ റോസാപ്പൂ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് ചുമന്ന കളറുള്ള റോസാപ്പൂ വേണമെന്ന് പറഞ്ഞു. അതൊരു വീട്ടിൽ കയറി പറിച്ചു. അതിൽ കേസായി. ഒന്നായ വെള്ള കളർ വേണമെന്ന് പറഞ്ഞു. അത് കയറി പറിച്ചു. അതും കേസായ. ലാസ്റ്റ് പറഞ്ഞു ചേച്ചിക്കല്ലേ സ്പെഷ്യലായിട്ട് മഞ്ഞ റോസാപ്പൂ വേണമെന്ന് പറഞ്ഞു. മഞ്ഞ റോസാപ്പൂ നോക്കിയിട്ട് എങ്ങും കിട്ടില്ല. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പം റീത്തിന്ന് എടുത്തോണ്ട് അതെടുക്കരുത്, അത് വേണ്ട, അത് വേണ്ട. പിന്നെ വെള്ളയിലും ചുവപ്പിലും അഡ്ജസ്റ്റ് ചെയ്ത് ചേച്ചി. ചേച്ചി മമ്മൂക്കയ്ക്ക് ഉണ്ടായി കൊടുത്ത സ്പെഷ്യൽ സാധനമാണ് റോസാപ്പൂ ചമ്മന്തി. മമ്മൂക്കയ്ക്ക് ഉണ്ടായി കൊടുത്തപ്പോഴേ പുള്ളി കുറച്ച് രസം എടുത്ത് തലയിലോട്ട് ഒഴിച്ചത്. ഉണ്ടാക്കിയതിന്റെ പാട് ഞാൻ മറന്നിട്ടില്ല ഇതുവരെ. പ്രേക്ഷകരെ കാണിച്ചത് എഴുതിയേക്കുന്നേ റോസാപ്പൂ ചമ്മന്തി. അത് ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അറിയാൻ വേണ്ടിട്ടാണ് അത് പേര് എഴുതിയത്. ചേച്ചി പറയട്ടെ, ചേച്ചിക്ക് ഇഷ്ടായോ? ഇഷ്ടായി. അത് കേട്ടാ മതി. ഇതിന്റെ പുറകെ രസമൊന്നും വരത്തില്ലല്ലോ. നല്ല മണം. മണം ഉണ്ടോ ചേച്ചി? മണം കുറഞ്ഞു. കാര്യം ഒരു 6 ദിവസം ആയി ഇത് അരച്ചിട്ട്. അതിന്റെ ചെറിയൊരു കുറവ്. നമുക്ക് സാറിനെ കാണിക്കണ്ടേ? സാർ മണത്ത് നോക്കിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരാം. ഇദ്ദേഹം പറയും അത് മണത്ത് നോക്കി പറയുന്ന ആളാണ്. സാർ ഒരുപാട് ഇങ്ങനെ വെറൈറ്റി ചമ്മന്തികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ റോസാപ്പൂ ചമ്മന്തി പോലെ അങ്ങനെ വെറൈറ്റി അല്ല ആനി ചേച്ചി, ഞങ്ങൾക്ക് ആ ഒരു സ്റ്റോറി കേൾക്കണം. ബിക്കോസ് ആ ഒരു സീൻ ആരും മറക്കില്ല. സീൻ കഴിഞ്ഞു അപ്പത്തേക്ക് രസം ഒഴിക്കുന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ഓൺ ദി സ്പോട്ടാണ് മമ്മൂക്ക ശരിക്കും പറഞ്ഞ ആ രസം എടുത്ത് തലയിൽ ഒഴിച്ചു തന്നത്. അല്ലാതെ എനിക്ക് അറിയേയില്ലായിരുന്നു. അത് ശരിക്കുള്ള റിയാക്ഷൻ ആയിരുന്നു അത്. ശരിക്കും അത് ശരിക്കും എന്താ ഉപ്പ് എരിവ് പുളി എല്ലാം കൂടെ ദേഹത്തോട് പോകുമ്പോൾ അവസ്ഥ എന്താണ്? കരഞ്ഞോ? വിഷം സങ്കടമായോ? ഇല്ല കേട്ടോ, ഇല്ല. ഐ എൻജോയ്. അപ്പൊ എന്തായാലും ഓണമൊക്കെ ആണല്ലോ, എല്ലാരും വന്ന സ്ഥിതിക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാം. പിന്നെന്താ അല്ലേ? ഓക്കെ, താങ്ക് യു. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് ഈ ഓണത്തിന് ഇത്രയൊക്കെ പറഞ്ഞതല്ലേ സാർ, ഡെവൻ ഫുഡ്സിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. യെസ് സാർ, ഞാൻ എടുക്കട്ടെ? കേരളം ഒട്ടാകെ ഇല്ല മലയാളികൾ ഡെവൻ ഫുഡ്സ് കഴിക്കുമ്പം ഇവരും കഴിക്കാതിരിക്കുന്ന എങ്ങനെയാ? അതുകൊണ്ടാണ് ഇവർക്കും കൊടുക്കുന്നത്. എല്ലാരും കഴിക്കട്ടെ. താങ്ക് യു. ചെറിയ ഡൗട്ട്.
കാര്യം നമ്മളെ കല്യാണത്തിന് മുമ്പ് പായസം കുടിക്കുന്നുണ്ട്. ചില വീട്ടിൽ ഇപ്പം ഇത് ഒരു ഗ്ലാസ് പ്രഥമൻ കുടി അമ്മ കുടിക്കും, ചില ഇന്ന് ഒരു ഗ്ലാസ് പായസം കുടി. അപ്പൊ ഈ പായസവും പ്രഥമനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് സാർ? പായസം പ്രഥമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ് പ്രഥമൻ എന്ന് പറയുന്നത്. പായസം തന്നെയാണ് പായസത്തിന്റെ രാജാവ്. അങ്ങനെയാണ് അതിന്. ഇത് അറിയാതാണ് ഈ ജഡ്ജ്മെന്റ് ചെയ്യാൻ വന്നത്. അല്ല, എനിക്കറിയില്ലായിരുന്നു. ഞാൻ സത്യം വിചാരിച്ച പ്രഥമെന്ന് വിചാരിക്കുമ്പോ ശർക്കര പായസത്തിനാണ് കൂടുതലും അങ്ങനെ പറയാറ്. പാലടയ്ക്കും പാലട പ്രഥമൻ എന്നാണ് പറയുന്നത്. സദ്യയിൽ കേമൻ അല്ലെ, അതാണ് അർത്ഥം. ഇത് സംഭവം പറഞ്ഞപ്പം ഈ ഡയാനയുടെ കല്യാണം കഴിഞ്ഞിട്ടൊരു 2 മാസമായുള്ളൂ. പയ്യൻ മലപ്പുറത്തുകാരനാണ്, ഡയാന ട്രിവാൻഡ്രം. അപ്പം ഡയാന വിചാരിച്ചു അവന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അവന് വിചാരിച്ചു ഡയാനയുടെ ഉമ്മ പഠിപ്പിച്ച അരിപ്പായസം വെച്ച് കൊടുക്കാം. അവന് സർപ്രൈസ്. അപ്പൊ അവൻ വർക്കുണ്ട്, ഷൂട്ടിന് പോയി. അപ്പൊ വൈകുന്നേരം വന്നപ്പം ഡയാന ഈ അരിപ്പായസം വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അരിയൊക്കെ കഴുകി അങ്ങോട്ട് കുക്കറിലൊക്കെ ഇട്ട് രാത്രി ഒരു 10:30 മണിയായപ്പോ അമീൻ വന്നു. അപ്പൊ വന്ന് പറഞ്ഞ കഥ ഒക്കെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ കെട്ടിപ്പിടിച്ച് അവിടെ കൊണ്ടിരുത്തി ഒരു പാത്രത്തിൽ അങ്ങോട്ട് കോരി വെച്ച് കൊടുത്ത് ഒരു സ്പൂൺ കുടിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കി ഡയാനെ നോക്കി, എന്നിട്ട് പറഞ്ഞു പറ എങ്ങനെ ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞു സൂപ്പർ, ഇച്ചിരി പയറും ചമ്മന്തിയും ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ. അപ്പൊ സംഭവം അറിയാമോ, ഇവള് വെറുതെ നിന്നാൽ പോലും ഉറങ്ങിപ്പോവും. ഈ അരി അടുപ്പിട്ടിട്ട് ഇവള് ഉറങ്ങിപ്പോ. ഇതിനകത്ത് തേങ്ങ ഇടാൻ മറന്നുപോയി, പഞ്ചസാര ഇടാൻ മറന്നുപോയി, പാലൊരു എല്ലാം മറന്നുപോയി. വന്നപ്പം എടുത്തങ്ങ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ബർത്ത്ഡേക്ക് പയറും ചമ്മന്തി ഇല്ലാതെ കഞ്ഞി കുടിച്ചത്. അതങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ എന്റെ ഭർത്താവ് എല്ലാം സഹിക്കുന്ന ഒരാളായത് കൊണ്ട് ക്ഷമിച്ചു അല്ലേ. പിന്നെ എന്ത് കൊടുത്താലും അവൻ കഴിക്കും ചേച്ചി, കഷ്ടം. പിന്നെ നോബി ചേട്ടാ വേറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ അത് എടുത്തില്ലല്ലോ. പിന്നെ ഗിഫ്റ്റ് ആണോ? ഇനി ചമ്മന്തിപ്പൊടിയല്ല, വേറെ ഒരു വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കല്ലേ കേട്ടോ, അടിയെ പിടിച്ച് മാർക്ക് പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ മതി. അതെ, ഇതോ ഇരിക്കുന്ന ആരാണ്? ആ മോളെ എനിക്കറിയാലോ. ഏത്? രണ്ടാമത്തെയാ മൂന്നാമത്തെയാ? രണ്ടാമത്തെ അവള് കുഞ്ഞിതാ, ചെറുതാ. കുഞ്ഞിത്. ഹലോ, എടാ നിങ്ങളെ രണ്ടുപേരാ. ഹലോ, ആ അറിയോ? ഓർമ്മയുണ്ടോ? ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ മാറി പാചകമൊക്കെ തുടങ്ങിയോ? വെരി ഗുഡ്. നേരത്തെ അറിയോ? അതറിയാമോ? ആവശ്യം ചേച്ചി. ആ വാ മോളെ പറഞ്ഞുതരാം. കൊച്ചുമായിട്ട് എന്നാ കഥ? അതെന്താ ചേച്ചിന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ അമൃതയില് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഉണ്ടായിരുന്നു, കോമ്പറ്റീഷൻ ആയിരുന്നു. അവിടെ കുഞ്ഞ് വന്നിട്ടുണ്ട്. കുഞ്ഞായിരുന്നു കേട്ടോ, ഇപ്പൊ നല്ല വലുതായി. മോളെ പേര് പറ. അമൃത. ചേച്ചി, ഇത് അമൃതയും അമൃതയുടെ അമ്മയും കൂടെ അവിടെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങള് വന്ന് കയറി അവിടെ നിന്ന്. അപ്പൊ അവിടെ വന്നിട്ട് ബ്രിജിറ്റ് പറഞ്ഞു, ഡയന ആ നിൽക്കുന്ന കുട്ടിയെ അറിയാമോ? ആ കുട്ടി ഡയാനയുടെ കൂടെ നമ്മുടെ അമൃതയിലെ സ്റ്റാൻഡപ്പ് കോമഡിയിലുള്ളതാണ്. ആണോ എന്ന് പറഞ്ഞ് ഡയാന ശരി പ്രശ്നമുള്ളത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴേ കുഞ്ഞ് ഏലക്ക എടുക്കാൻ അങ്ങ് താന്നു. അമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഏത് ആ രണ്ടാമത് നിൽക്കുന്നു? ആ അറിയാം, വളർന്നു പോയി കേട്ടാ. ഞാൻ പറഞ്ഞ് അത് അമ്മയാണ്, മോള് പിന്നേക്ക് പാട് കൊച്ചു സൂര്യ ഉദിക്കും പോലെ ഏലക്ക കൊണ്ടുപോയി. ഇവളുടെ ഫേസ് കൊണ്ട് ഒരു കുട്ടി പെട്ടെന്ന് ഇത്ര വലുതായി പോയെന്ന് ചിന്തിച്ചു. സ്വാഭാവികം. മോളെ കൊച്ച പായസം വെക്കുന്നുണ്ട്. അതാണ് ഇതൊക്കെ എപ്പോ സംഭവിച്ചു? സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പിന്നും പാചകമാണ് ഏറ്റവും നല്ലതെന്ന് കൊച്ചിന് മനസ്സിലായി അല്ലേടാ? ഏത് പായസമാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാക്കുന്നേ? ചക്കപ്രഥമൻ. എനിക്ക് വേണ്ടി ഒരു മിനിറ്റ്, ഇപ്പൊ ഞങ്ങള് വിശ്വസിക്കണേ, എനിക്ക് വേണ്ടി ഒരു സ്റ്റാൻഡപ്പ് അറിയോ? പറയൂ. പാറ അവിടെ നിൽക്കൂ. അത് കഴിയുമ്പോ പാർവതിയുടെ സ്റ്റാൻഡപ്പ് കോമഡി. ഓക്കെ, എന്നാ റെഡി അമൃതക്കുട്ടി? ഓക്കെ. Namaskaram. I am Amrita Anilkumar, daughter of Anilkumar. Note the point, daughter of Anilkumar. My class is 5C Nedungunnam. My Instagram page Kunyate 7064. Note the point, Kunyate 7064. ഇതോടുകൂടി ഇംഗ്ലീഷ് നിർത്തി. ഇത് തന്നെ പഠിച്ചത് 3 ആഴ്ച ഉണ്ട്. ഏതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മൈ ഹോമീസ് കടുകുവാർ തന്നെ. ഞാനിവിടെ എത്താൻ കാരണം കുട്ടികൾക്ക് പൊതുവെ വിലയില്ല എന്നുള്ളൊരു പ്രതികാരതകയായിട്ടാണ്. കുട്ടികളുടെ നിലയിൽ കയറി വന്നപ്പോഴേ ഒരു പടക്കം കൈയടി തരാമായിരുന്നു. ഇന്നലെ ആന്റിമാരൊക്കെ വന്നപ്പം കൈയടിച്ച് ചോര വന്ന അങ്കിൾമാരെയൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ ഇപ്പൊ എവിടെയാണോ? ഒരു ദിവസം സ്കൂളിൽ പരീക്ഷ ഇട്ടു.
ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് 0 ആണ്. ഞങ്ങളുടെ നാട്ടിൽ അതിന് മുട്ടയെന്നും പറയും. ആ മുട്ടയെ മേടിച്ചുകൊണ്ട് ഞാൻ കയറി വന്നപ്പോൾ അമ്മയും പറയും, മുട്ടയും മേടിച്ചുകൊണ്ട് കയറി വന്നിരിക്കുന്നു പൊട്ടി എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയാൻ ഇനി ഒന്നുമില്ല. അന്ന് രാത്രി അപ്പ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ അപ്പ മുട്ടയും മേടിച്ചുകൊണ്ട് വന്നില്ലെന്ന് പറഞ്ഞാൽ അപ്പായ നല്ല വഴക്ക്. നാളെ കൊച്ചിന് സ്കൂളിൽ കൊടുത്തു വിടാനുള്ളതാണ്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്ക്. ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു, എല്ലാവരും അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു ഡസ്റ്റർ വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഞാൻ അപ്പയോട് പറഞ്ഞു, അപ്പ അടുത്ത ആഴ്ച സ്കൂളിൽ പോകുമ്പോൾ എനിക്കൊരു ഡസ്റ്റർ വാങ്ങിച്ചു തരാൻ. അപ്പൊ എങ്ങാണ്ട് ബാങ്കിൽ പോയി 10 ലക്ഷം രൂപ ലോണും എടുത്ത് ഒരു ഡസ്റ്റർ കാറും വാങ്ങിച്ചോണ്ട് വന്നു. ടീച്ചർ പറഞ്ഞു ബോർഡ് തൂക്കും ഡസ്റ്റർ. അപ്പൊ വാങ്ങിച്ചോണ്ട് വന്ന് ഇരുന്ന് പോകും കാറ്. അപ്പൊ കാരണത്തിരിപ്പുണ്ടോ വെളിയിലുണ്ടോ? ഇനിയിപ്പം ഉണ്ടാക്കിയ പായസം എങ്ങനെയുണ്ടെന്ന് ചേച്ചി പറയും. തീർച്ചയായും സാറ് പറയും. സാറേ കോമഡി ഇഷ്ടപ്പെട്ടല്ലോ സാറേ? തീർച്ചയായിട്ടും ഇത്രയും ചെറിയ പ്രായത്തില് ഇത്ര ആൾക്കാരെ കയ്യിലെടുക്കാന്ന് വെച്ചാൽ അതൊരു ഭയങ്കര കഴിവ്. സൂപ്പർ അമൃതക്കുട്ടി, താങ്ക് യു. ഓക്കെ മോളെ, താങ്ക് യു. ഡയാന, മറ്റേ ഒരു സാധനം കൊണ്ടുവന്നു ആദ്യം അവിടെ പിടിച്ചു ചേർത്തി, പിന്നെ ഇവിടെ പിടിച്ചു ചേർത്തി, ഇപ്പൊ ഇവിടെ വന്നപ്പം ഈ കലേഷ് പിടിച്ചു ചേർത്തി. അത് തരുന്നില്ല. അയ്യോ അതൊന്ന് തരുമോ? ചേച്ചി ഒന്ന് പറയും, ചേച്ചി ഒന്ന് തരാൻ പറയും. ഇവര് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒന്ന് തരുമോ? അതെ ചേച്ചി കലിപ്പ, ചേച്ചി അലമ്പാക്കി ഇവിടെ. പിന്നെ അല്ലാതെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നല്ല ബാഗാന്നല്ലേ? നല്ല ബാഗും എനിക്കാണോ? പാത്രമാകുമ്പോ എനിക്കാ. നോബി ഞാൻ വരാം. എന്തോ ഉണ്ടാക്കി കൊണ്ടുവന്നായിരിക്കും. കാലിയാണ്. ഓ ഇച്ചിരിച്ച തന്നെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ റബ്ബറും കാട്ടിലിടയിൽ ഇച്ചിരി കുടിച്ചിട്ട് വീട്ടിൽ പോകായിരുന്നു. ഒരുപാടൊന്നും വേണ്ട, നിങ്ങളെ നിർബന്ധിക്കും പോലെ ഒത്തിരി ഒന്നും വേണ്ട, ഇവിടം വരെ മതി. അല്ല ഇവിടെ പലതരം പായസം എങ്ങനെ ഇതിനകത്ത് ഒരു പാത്രത്തിൽ കൊണ്ടുപോകും? ഞാൻ കോക്ടൈലാക്കാം ചേച്ചി. നമുക്ക് തഞ്ചത്തില് പിന്നീട് ചോദിക്കാം. തൽക്കാലത്തേക്ക് ഇതൊക്കെ മാറ്റി വെക്കാം. എന്നോട് പറഞ്ഞാ പോരുന്ന, ഞാൻ ഒപ്പിച്ചു തരില്ലായിരുന്നോ? പാത്രമായിട്ട് വന്നേ. പലതരം പായസം ഒരു പാത്രത്തിൽ കൊണ്ടുപോകാൻ വന്നിട്ട് ഞങ്ങളെ നാണം കെടുത്തരുത്. അതെ ചേച്ചി ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യും, അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യും, ഇതെല്ലാം കൂടെ ഇങ്ങോട്ടല്ലേ പോണം. അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരു ലാത്തിലാത്തി ഒറ്റയടിക്ക് ഒറ്റ റിസൾട്ട് പറഞ്ഞിട്ട് അങ്ങ് പോവാം. ചേട്ടാ മതിയാക്കാം, വെറുതെ നമ്മള് നാണം കെട്ട് വന്നേട്ടാ. ചേച്ചി കുഴപ്പമില്ല, നോക്കിയതിന് ശേഷം എല്ലാം നോക്കിയിട്ട് നിങ്ങൾ എല്ലാരും കൂടി ചേർത്തിട്ട് മിച്ചം ഉണ്ടെങ്കിൽ ശകലം പാത്രത്തിന്റെ അരയിടാം, ഇവിടെ ഇച്ചിരി തന്നാ മതി. റിസൾട്ട് കഴിഞ്ഞിട്ട് മതി. മതി മതി അത്ര മതി. കുറച്ച് വീട്ടിൽ കൊണ്ടുപോകാനും കൂടെ. സാറേ നമസ്കാരം. ശരി സാറെങ്കിലും എടുത്തു വെച്ചേക്കാം. ഓക്കെ ബൈ. സർ ചേച്ചി എനിക്ക് നല്ല മണം വരുന്നുണ്ട് സാർ. പക്ഷെ ഇപ്പഴേ ജഡ്ജ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ എവിടെയൊക്കെ എന്തായി എന്നുള്ളത്. സാറിന് അത് എക്സ്പ്രഷൻ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ശർക്കരയുടെ മണം, നെയ്യുടെ മണം, ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് പായസം കുടിക്കാനുള്ള കൊതി. അതെ സാർ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ജഡ്ജ് ചെയ്തും ശരിയാവട്ടെ എന്ന് പറഞ്ഞിരിക്കാം. അപ്പൊ എന്തായാലും എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞത് പ്ലേറ്റിംഗ് അല്ലെ? എപ്പോഴും നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കാണുന്ന ഒരു ഭംഗിയും കൂടെ ഉണ്ടാവില്ല അത് കൊടുക്കുമ്പോൾ. അപ്പൊ ആ ഒരു പ്ലേറ്റിങ്ങിനുള്ളൊരു സമയമാണ്. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Kitchen Cookery Contest Onam Payasam Challenge powered by Devon Foods and MyG in association with KSFE. അപ്പോൾ ദാ ഓൾമോസ്റ്റ് ഡൺ. നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇവിടെ നിന്നേ ചേച്ചി കാണാം, നല്ല ഭംഗിയായിട്ട് എല്ലാവരും അത് പ്ലേറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാർ ഇപ്പോഴേ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ചിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്യണമല്ലോ അല്ലേ സാർ? നമ്മള് പായസം കുടിക്കാൻ പോവും. അതെ സാറ് പായസം ജഡ്ജ് ചെയ്യും. അതെ അത്രേ ഉള്ളൂ. സാറിനാണ് ഇനി ഫുൾ ടാസ്ക് കേട്ടോ. ഞങ്ങൾ ആദ്യമേ എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാം. ഓക്കെ വരും സാർ. അപ്പൊ അങ്ങനെ തുടങ്ങാം. എന്താ പായസം? ഇതിൽ മുക്കുറ്റീൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട്, പിന്നെ പഴം, കുറച്ച് പുട്ടുപൊടിയും പിന്നെ ഉപ്പും ഏലക്കയും കൂടി മിക്സ് ചെയ്തിട്ട് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടേക്കുന്നു.
ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം. ഇത് മിക്സ് ചെയ്യണം. ക്രിസ്പി ആയിട്ട്. വെറൈറ്റി ചെയ്യണം. ആദ്യമായിട്ട് കഴിക്കുന്നത്. അതെ, ഞങ്ങളും ഇത് ആദ്യമായിട്ടാ കേൾക്കുന്ന പോലെ. മുക്കുറ്റിയൊക്കെ എന്ന് വെച്ചാൽ ഓണത്തിന്റെ ഒരു ഇത് തന്നെ. ഓക്കെ, നമ്മൾ നോക്കട്ടെ. എനിക്കറിയാം. ഇത് ഗീയില് പൊരിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. സാറിന് മനസ്സിലായി. വെയിറ്റ് ചെയ്തിരിക്കാൻ നോക്ക്. സാർ ഇന്ന് മോള വെച്ച പായസം പിടിക്കാണ്. ചെറുപ്രായത്തില് പാചകം പഠിച്ചു. അതെ. പേരെന്താ? ചക്കപ്രഥമൻ. ഇത് ചക്ക വരട്ടി കൊണ്ടുവന്നാണ്. ഇത് ചക്ക വരട്ടി, ഇത് ചക്കപ്രഥമൻ. തേങ്ങാപ്പാല് രണ്ടാം പാലില് ഞാൻ ചക്ക വരട്ടിയെ ആക്കി കൊണ്ടുവന്നായിരുന്നു. നെയ്യില് നെയ്യ് ശർക്കര ഒഴിച്ച്. മോന് ഇഷ്ടമാണോ പാചകമൊക്കെ? മോള് ഹെൽപ്പ് ചെയ്യും. മോൻ അങ്ങനെ തീരെ ചെറുതാല്ലേ? 6 വയസ്സ്. കുഞ്ഞിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായത്. അപ്പൊ അവന് സാധാരണ ഒരു വയറ്റുവേദന പോലെ വന്നിട്ട് വയറ്റുവേദനയും ഛർദിൽ വന്നെന്ന് പറഞ്ഞാൽ നമ്മള് ചെത്തിപ്പുഴ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പം അവിടുന്ന് ഒരു സഞ്ജു എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, പിള്ളേരുടെ സാറാ പറയുന്നത് ആദ്യമായിട്ട് അത് ഈ വൻകൂടലും ചെറുകൂടലൂടെ കയറി ജാമായി ശാലം ഡേഞ്ചർ സ്റ്റേജ് ആയിരുന്നു. അയ്യോ, അങ്ങനെ വന്നേ? അത് ചില ഫുഡുകളിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു. ഈ നൂഡിൽസ്, പൊറോട്ട. അയ്യോ, അപ്പൊ അതൊക്കെ ഭയങ്കര ഹാനികരമാണ്. അങ്ങനെയുള്ള ഒരു ഫുഡിൽ നിന്ന് അത് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിന് സുഖമാണോ? അവര് പറയുന്നത് ഇനി അത് വരാൻ ചാൻസ് ഉണ്ട്. ഇനി വന്നാൽ മേജർ സർജറിയേ പറ്റത്തുള്ളൂ. ഇപ്പൊ 2 പ്രാവശ്യം നോർമലിൽ അത് ചെയ്തേക്കുന്ന ഈ മലദ്വാരത്തിൽ കൂടെ ട്യൂബി മരുന്ന് കയറ്റിയൊക്കെയാ ചെയ്തേ. അവനത് കേട്ടപ്പോഴേ ചേട്ടനും ഞാനും ആദ്യമേ തളർന്ന് താഴെ വീണു. ഒന്നും വരികയില്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് കുഴപ്പമൊന്നുമില്ല. ഒന്നും വരികയില്ല, അതൊക്കെ പോയി. അങ്ങനെ വിശ്വസിക്കുന്നു. പിന്നെ ഈ പൊറോട്ട, നൂഡിൽസ്, ചുരുക്കം പറഞ്ഞ മൈദയിൽ ഉണ്ടാക്കുന്ന സകല സാധനങ്ങളും ഹാനികരമാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. മൈദ പോസ്റ്റർ ഒട്ടിക്കാൻ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പശയായിട്ട് ഉപയോഗിച്ചോണ്ടിരുന്നു. ശരിയാ. അതുകൊണ്ട് ഇനി ആരും, എന്റെ പ്രേക്ഷകരോടും ഞാൻ പറയുക, കഴിയുന്നതും നമ്മള് ഈ പൊറോട്ട, നൂഡിൽസ്, മൈദ ഐറ്റംസുകൾ അധികം കഴിക്കാതിരിക്കായിരിക്കും നല്ലത്. വേണ്ടേ, ഒരു അച്ഛനും അമ്മയും എന്തോരും വേദനിക്കുന്നെന്ന് നോക്കി. കുഞ്ഞു കൂടെ വന്നിട്ടുണ്ടോ? ഒന്ന് വിളിക്കാവോ? ഹലോ, ഇതെന്താ അമ്മ ഇന്ന് ഉണ്ടാക്കിയേ? ചക്കപ്പായസം. ഇഷ്ടമാണോ കൊച്ചിന്? അല്ല, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. വായാടി സ്മാർട്ട്. വായാടിയെക്കാട്ടിലും സ്മാർട്ട്. അത്ര നല്ല പേരുണ്ട് അല്ലേ? എന്ത് പായസം? പുന്നല്ലരിയുടെ അടപ്രഥമൻ. അതെ, നമ്മൾ തന്നെ വീട്ടില് കുത്തിയെടുത്തിട്ട് അതുകൊണ്ട് അടയുണ്ടാക്കി. പിന്നെ ഫ്ലേവേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല. ഉള്ളി ഒരു ഫ്ലേവറിന് ശക്കലം ഏലക്കാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നെയ്യ്, തേങ്ങാപ്പാല്, പിന്നെ കൽക്കണ്ടം, അങ്ങനെയൊക്കെ. എൻ്റെ ഒരു ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൽക്കണ്ടം സ്വല്പം ചേർത്ത്, അതായത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. പ്യുവറായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ. വൈകുന്നേരം ഇത് കോമ്പിനേഷൻ ആണ് നെയ്സ. അല്ല, അതെ, പായസത്തിന് മധുരം ലെവൽ ചെയ്യാനായിട്ട് എപ്പോഴും അച്ചാറാണ്. ഇതാണ് വെറൈറ്റി സർ. നമ്മള് സാർ പറഞ്ഞില്ലേ ആ ഇല വർഷാമൃതം. ഇത് ബ്ലാക്ക് റൈസ് കിട്ടും, ഓർഗാനിക്. അത് വാങ്ങിച്ചിട്ടാണ് വെച്ചത്. അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്, എന്നിട്ട് അത് കുക്ക് ചെയ്ത് പിന്നെ നെയ്യിൽ വരട്ടിയെടുത്തിട്ട്
ശർക്കരയിട്ട്, പിന്നെ ആ നെയ്യിൽ തന്നെ നമ്മൾ ആനച്ചെറിയൻ എന്ന് പറയില്ലേ അതിൻ്റെ ലീഫ്, പിന്നെ തുളസിയുടെ ലീഫ്, പിന്നെ പനിക്കൂർക്കയുടെ ലീഫ്. അല്ല ഈ ആ ഇല ഉപയോഗിക്കാനുള്ള പ്രയോജനം എന്താ? അതെന്താ വെച്ചാ അത് വീട്ടില് ഉമ്മ ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ അത് തോരൻ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ആദ്യം തന്നെ കഴിക്കാൻ എനിക്ക് പേടിയായിരുന്നു, അത് കഴിക്കാൻ ചൊറിയും ഇങ്ങനെയൊക്കെ വിചാരിച്ച്. പക്ഷെ കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് നമ്മ ചീരയിൽ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രുചിയാ. അപ്പൊ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന ഇതൊക്കെ വെച്ചിട്ട് ഇലക്കറികള് അല്ലെങ്കിലും പ്രമേഹത്തിന് മുള്ളഞ്ചീരയൊക്കെ മുള്ളഞ്ചീര ഭയങ്കര. പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോ എഫക്ട്, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഇല്ലായിരിക്കും, ഇഞ്ചി നീര് ചേർത്തിട്ടുണ്ട് കുറച്ചത്. ഒരു പാത്രം നിനക്ക്. ഫുള്ളല്ലേ? മില്ലറ്റ് കരിക്ക് പ്രഥമൻ. മില്ലറ്റ് എന്ന് പറയുന്നത് ചാമരി ഉണ്ട്, പിന്നെ അത് റാഗി, രണ്ടും കൂടെ വെച്ച് നമ്മൾ അട ഉണ്ടാക്കി എടുത്തു. വീട്ടിൽ അട ഉണ്ടാക്കി എടുത്തിട്ട് അത് വെച്ച് ചെയ്താ. മില്ലറ്റൊക്കെ കഴിക്കാൻ കുറച്ച് പാടാണല്ലോ കുട്ടികൾക്കെല്ലാം കൊടുക്കണം. അപ്പൊ കുറച്ച് കഴിക്കാൻ ഇതാകുമ്പോൾ കഴിച്ചോളും, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ കരിക്കും ആ ടേസ്റ്റ്, ആ ഫ്ലേവർ ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. അങ്ങനെ കരിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പൊ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ അതും ശ്രദ്ധിക്കണമല്ലോ. മോനുണ്ടായതിനു ശേഷമാണ് എല്ലാം പഠിച്ചത്. കുക്കിംഗ് അറിയാത്തതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് അപമാനം നേരിടേണ്ട അവസ്ഥ വന്നില്ല. കുക്കിംഗ് അത് ആ സമയമാകുമ്പോഴേ വരുള്ളൂ. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ ഭാര്യയ്ക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അല്ല, അറിയാത്തതിന്റെ പേരിൽ നമുക്ക് പട്ടിണി കിടക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ട്. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കഴിക്കാൻ മാത്രമല്ല അറിയാവൂ, എന്താ ഉണ്ടാക്കി കാണിക്കുന്ന ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളൊരു ഇത് പോലും. അപ്പൊ നമുക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആരെ ഇൻസൾട്ട് ചെയ്യാനൊന്നും പാടില്ല, അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ അറിയില്ല. പക്ഷെ എനിക്കിത് പഠിക്കണം, ഇത് എന്നെ കൊണ്ടും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഇതല്ലോ. വാശി എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്ത് കാണിക്കണമായിരുന്നു ഓരോ വീട്ടിൽ. വാശി മാത്രമല്ല, ഭയങ്കര സങ്കടവും ഒക്കെ ആയിരുന്നു. പിന്നെ കുറെ ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഒരാളുടെ അനുഭവം പറയുന്നു. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷോയിൽ എപ്പോഴും എല്ലാരും പറയും ചേച്ചിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും എന്ന് പറയും. എനിക്ക് അത് ചേച്ചി എന്താണ് എല്ലാവരും കുക്കിംഗ് പഠിക്കണം എന്ന് തോന്നുന്നുണ്ടോ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ എക്സാമ്പിൾ. ഞാൻ പറഞ്ഞ വലിയ ഉസ്താദ് അങ്ങനെ ഒന്നും ആവണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ജീവിതം തന്നെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നുള്ള അങ്ങനെയായിരുന്നു മുമ്പ്. അങ്ങനെ അവനുള്ള ഒരു പ്രതീക്ഷ. അങ്ങനെയല്ല, നമ്മൾ മക്കളുണ്ടായി കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ എല്ലാവരും മക്കൾക്ക് വേണ്ടിയല്ലേ. ഇപ്പത്തെ ആൾക്കാർക്ക് കേൾക്കും ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും അവനാണ് നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറയാം. ഒരു കൈയടി കൊടുത്താൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും മറ്റേ മോനാണ് എന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട്, ഭയങ്കര സപ്പോർട്ടാണ്. അത് വേണം, എല്ലാ മക്കളോടും അത് തന്നെ പറയാനുള്ളൂ. അപ്പനമ്മയുടെ ധൈര്യം എന്ന് പറയുന്ന മക്കളാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ സ്ത്രീകൾക്ക് തമ്പുരാൻ അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു കുഞ്ഞു കഴിവാണ് ഈ പാചകം, അല്ലേ? നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട, പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും നന്നാക്കി കാണിക്കാൻ പറ്റുന്ന അത് നമ്മൾ ചെയ്യുക, ആരെയും ബോധ്യപ്പെടുത്താനല്ല. നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി പെരുമാറിയെല്ലാം തന്നെ വന്നു. നമുക്കിത് ട്രൈ ചെയ്യാം. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നമ്മുടെ മുളയരിയുണ്ട്, ചാമ അരിയുണ്ട്, പിന്നെ പയറ് പരിപ്പ്, കടലപ്പരിപ്പ്, ചൗവരി, പിന്നെ നമ്മുടെ മത്തങ്ങ വെച്ചിട്ട് അട ഉണ്ടാക്കി, പിന്നെ നെല്ലിക്ക ഇത് നെയ്യിൽ വറുത്ത് ചേർത്തിട്ടുണ്ട്. അതാണ് കൊറേ സാധനങ്ങളുണ്ടായിരുന്നു. നല്ല സെറ്റ് ചെയ്ത് ഭയങ്കര ഒരുക്കി. അതെ, അത് തിടപ്പള്ളിയുടെ ഒരു പ്രൗഢി നിലനിർത്തണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. റെസിപ്പി ഉണ്ട്, റെസിപ്പി വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ സർ, ടേസ്റ്റ്.
മധുരത്തിന്റെ അളവ് എല്ലാത്തിലും കറക്റ്റ്. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എന്താ പായസം? ക്യാരറ്റ്, ബെർമസില്, പിന്നെ അട, പിന്നെ പാലിനകത്ത് ശംഖുപുഷ്പം ചേർത്തിട്ടുണ്ട്. ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം നമ്മൾ തിളപ്പിച്ചിട്ട് പാലിന്റെ കൂടെ തിളപ്പിച്ച് അത് ചേർത്തിട്ടുണ്ട്. ഏതാമ്മ എന്റെ ക്യാരറ്റ് പായസം അല്ലേ? ക്യാരറ്റ്, ബെർമസില്. അമ്മ ചിരിക്കയില്ല. ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്താ? അമ്മ വിഷമഘട്ടത്തിലോട്ടൊക്കെ ഭർത്താവ് മരിച്ചോട്ടെ ഒരു വർഷം ആവുന്നേ ഉള്ളൂ. വണ്ടി അടച്ചു. അത് പറയണ്ട അമ്മ. അതെ, അതിന്റെ ഒരു വിഷമം. പിന്നെ നമ്മളിപ്പം കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തില്. ഒത്തിരി നല്ല ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ഓർക്കും അയ്യോ അവനൊരു കുഴപ്പമില്ല നല്ലതായിട്ട് നിൽക്കുന്നു. പക്ഷേ ജീവിതത്തിൽ കുറേ സ്ട്രഗിളാണ്. കൊച്ചിലെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ നല്ലപോലെ വേദന അനുഭവിച്ച് വളർന്ന ഒരാളാണ്. കൊച്ചിലെ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട് മൊത്തത്തിൽ കത്തി നശിച്ചു പോയിട്ട് പിന്നെ ഉടുക്കുന്ന തുണികളില്ല, അതുപോലെ സ്കൂളിൽ പോകാനുള്ള ഉപകരണം എല്ലാം നശിച്ചു പോയ ഒരവസ്ഥയാണ്. അതിൽ നിന്നും കുറച്ച് ഒന്ന് മെച്ചപ്പെട്ട് വന്നപ്പം പിന്നെയും അടുത്തൊരു വീട് വെച്ച് അച്ഛൻ്റെ ഒരു വീതത്തിൽ വീട് വെച്ച് ഇങ്ങനെ മാറിയപ്പോഴാണ് പെങ്ങളുടെ കല്യാണം വന്നത്. പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി നമ്മളത് പണയം വെച്ചിട്ട് അത് ജപ്തിയായി. അതിനിപ്പം പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അന്നിപ്പം ജപ്തി വന്നപ്പോൾ അങ്ങനെ പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കിട്ടിയ വിലക്ക് കൊടുക്കാൻ തുടങ്ങി. വിലക്ക് കൊടുത്തപ്പോഴാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി കൊടുക്കണം. രാത്രി തന്നെ ഇറക്കി വിടേണ്ട അവസ്ഥ വന്നു. എന്തു മനുഷ്യരത്? അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അതിന്റെ ഒരു വിഷമം. ഇവരെ കൊണ്ട് എങ്ങോട്ട് പോകും? പെങ്ങളുടെ കാര്യമാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അവിടെ കല്യാണം കുഞ്ഞാണ്. അവിടെ ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അപ്പം എല്ലാരും അവള് ലോട്ടറി കടയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഞാനിപ്പം കൂടുതൽ മെച്ചപ്പെട്ട് ഇപ്പൊ ഞാനൊരു ഡാൻസ് സ്കൂൾ നടത്തുന്നതുകൊണ്ട് അതിൽ നിന്നാണ് ഞങ്ങളിപ്പം ഏണിംഗ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു എമൗണ്ട് ആണ്. പക്ഷെ ആ ഏണെങ്കിൽ എനിക്ക് വിശപ്പിന്റെ ബുദ്ധിമുട്ടറിയാം. ഞങ്ങൾ 3 നേരം 2 ദിവസം 3 നേരവും ഏത്തയ്ക്കകത്ത് ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശപ്പിന്റെ ഇതറിയുന്നുണ്ടല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഏണിങ്, ആ വരുമാനം എൻ്റെ പിന്നെ കറണ്ട് ബില്ല് അങ്ങനെ പല കാര്യങ്ങൾക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് ചെറിയ തുച്ഛമായിട്ടുള്ള ഏണിങ് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? അനാഥാലയത്തിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛന് അമ്മമാർക്ക് ഞാൻ 2 മാസം കൂടുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെയ്യാൻ വേണ്ടി 1000 രൂപയോ 2000. പിന്നെ ഞാൻ വെളിയിലുള്ളവരോട് വിളിച്ചു ചോദിച്ചിട്ട് അവരും കുറച്ചൊക്കെ അയച്ചു തന്നിട്ട് വലിയൊരു തുകയായിട്ട് ഞാൻ അങ്ങനെ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പം കുറച്ചൊക്കെ ഞങ്ങൾ മെച്ചപ്പെട്ട് വരുന്നപ്പോഴാണ് അച്ഛൻ്റെ മരണമായി പോയത്. കാര്യം ഞാനിപ്പോ ഈ പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറയാം, അമ്മയുടെ ഒരു മൂത്ത മോളല്ലേ, എന്നെക്കാൾ ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ എന്റെ പ്രേക്ഷകരോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇപ്പം ഇദ്ദേഹം ഒരു സ്കൂൾ നടത്തുന്നുണ്ട്, ഡാൻസ് മാസ്റ്ററാണ്. അതേപോലെ മോള് TTC പഠിച്ചിട്ടുണ്ട് അല്ലെ. അവർക്ക് ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ട് കൊടുത്ത് സഹായിക്കാനല്ല, ജോലി കൊടുക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെ ചെന്ന് നോക്കി എനിക്ക് കിട്ടും. പക്ഷെ എനിക്ക് എന്റെ പ്രേക്ഷകരിലേക്ക് പറയാൻ പറ്റും, നമുക്കൊരു ജോലി, ആ കുഞ്ഞിന് വളരണം, അതിനൊരു നല്ല ഭാവി വേണം അല്ലെ. അതിന് നമുക്ക് പ്രേക്ഷകർക്ക് എങ്ങനെ ഇവരെ സഹായിക്കാൻ പറ്റുമോ അത് ചെയ്യുക. ഇപ്പൊ ഇവിടെ വന്നുകൊണ്ട് ഏറ്റവും ഭയങ്കര സന്തോഷം ചേച്ചിയുടെ ഒരു ഷോയിൽ വരാൻ പറ്റിയത്. വളരെയധികം സന്തോഷം. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. 2 അട പഴപ്രഥമൻ. 2 അട, 2 ടൈപ്പ് ഓഫ്. ഒന്ന് അരിയട, പിന്നെ 2 അരിയട തന്നെ, പക്ഷെ ഒന്ന് പച്ചരി, പിന്നെ ഒന്ന് മട്ടരി. 2 അടയും കൂടി മിക്സ് ചെയ്തിട്ട് അവസാനം കദളിപ്പഴം അടിച്ചു ചേർക്കുക ചെയ്ത്. നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ. ഇത്രയും പരീക്ഷണമൊക്കെ ചെയ്യാൻ വീട്ടിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടോ? വീട്ടില് ഞങ്ങള് മോനും ഞാനും കൂടി ഒരു ചെറിയ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ഞങ്ങൾ അതിലെ ഡാൻസും മ്യൂസിക്കും എല്ലാം. ചേട്ടന് ഞങ്ങളെല്ലാം സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പാചകത്തിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. സകലകലാ വല്ലഭൻ ആക്ച്വലി അദ്ദേഹമാണെന്ന് തോന്നുന്നു. അദ്ദേഹം സകലകലാ വല്ലഭനാണെന്ന് മാത്രമല്ല എന്നെ പെരിന്തൽമണ്ണയിൽ എത്തിക്കുകയും ചെയ്തു. അതെന്താ? അതെങ്ങനെയാ? നമ്മുടെ ഒരു പ്രശസ്തമായ ഒരു നടിയാണ് നമ്മളെ അവിടെ എത്തിച്ചത്. മീര ജാസ്മിൻ. അയ്യോ, മീര എന്ത് ചെയ്തു? മീര ജാസ്മിന്റെ നമ്പർ ആരോ കൊടുത്തത് എന്റെ അമ്മയുടെ നമ്പറിലാ. അയ്യോ, നമ്പർ ആണെന്നും പറഞ്ഞു കൊടുത്തത്. അപ്പൊ ആ ജില്ലയിലുള്ള എല്ലാ ആളുകളും
ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കായിരുന്നു, മീരേച്ചിയല്ലേ മീരേച്ചിയല്ലേ. അന്ന് ഞാൻ +2 പഠിക്കുന്ന ടൈമാണ്. അപ്പോൾ അന്ന് അമ്മയോട് ഞാൻ പറയും, ഇങ്ങനെ കണ്ട ആൾക്കാരെല്ലാം വിളിക്കും അമ്മ സത്യം പറയാം. പക്ഷെ അവസാനം എല്ലാവരും വിളിച്ച് മാറി മാറി വന്നപ്പോൾ അവസാനം എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡാണ് വിളിക്കുന്നത്. രഞ്ജിത്ത് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് മീരേച്ചി എന്ന് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോനെ അല്ല, ഇതാ നിന്നെ ആരോ പറ്റിച്ചതാണ്, എൻ്റെ പേര് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം, നീ എൻ്റെ മരുമോനായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. കാരണം സ്വഭാവമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ശാന്തനാണ്. നമ്മളൊക്കെ പെട്ടെന്ന് മുറി രണ്ടെന്നൊക്കെയുള്ള രീതിയാണ്. പക്ഷെ നമ്മളിപ്പോ കൂടെ അഡ്ജസ്റ്റഡ് ആയി. നമുക്ക് എന്താ ഇത് കഴിക്കാം? മധുരം കറക്റ്റ്, കടലിപ്പഴം നന്നായിട്ട്, പഴത്തിന്റെ സ്വാദം. താങ്ക് യു. ജർമ്മൻ ഭാഷയില് ഹാപ്പി ഓണം കേൾക്കണോ? ഒന്ന് പറ, സാറിന്റെ അടുത്ത് ഹാപ്പി ഓണം പറ. Ich wünsche Ihnen ein frohes Onam. ഇതിപ്പോ ഇവൻ പറയണല്ലേ ചേച്ചി നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകണല്ലോ, എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആളെ പറ്റിക്കല്ലേട്ടാ. മനസ്സിലാകണം. ചേച്ചി പറഞ്ഞ സത്യമാണോ? എനിക്കറിയത്തില്ല. ഇവിടെ വലിയ സ്പെഷ്യൽ അല്ല, ഇത് നമ്മുടെ സാധാ നാടൻ അടപ്പായസാണ് ചെയ്തേക്കുന്നത്. ബാങ്കില് ജോലിയുണ്ട്, പിയൂണാ കേട്ടോ. ഇവന്റെ അനിയനും ഉണ്ട്, അവന് BCA പഠിക്കാം. അപ്പം അവന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു NCC ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. നല്ല ഹാർഡ് വർക്കിംഗ് ആണ് പുള്ളിക്ക്. രാഷ്ട്രസേവനം, അതായത് സൈനിക സേവനമാണ് പുള്ളിയുടെ മെയിൻ. ഇവനെന്ന് പറഞ്ഞാല് എന്നാ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ മുതലിനടുക്ക് പോയി ഇരുന്നാ മതി. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല എത്ര തിരക്കിലാണെന്ന്. ഇവിടെ ഇപ്പൊ അവിടെയൊക്കെ നല്ല ഡെക്കറേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് മാത്രം ഒന്നുമില്ല, നമ്മൾ ആപ്പാടെ ഒരു വിഷമത്തിലായി. എന്റെ അമ്മേ, ഇനിയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ, ഇതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് വീട്ടിൽ പോവും. എത്ര വിഷമിക്കുന്നു സത്യം പറഞ്ഞാൽ. 500 രൂപയ്ക്കുള്ള അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് എന്റെ മോയ. അതായത് ഏത് പ്രശ്നത്തെ ഷൂ ആക്കി. ഓക്കെ, അപ്പൊ എന്നെ സാർ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. രാജപത്മം എന്താ? രാജപത്മം എന്ന് പറയുമ്പോൾ സാറേ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് മാങ്ങ ശർക്കര ഇട്ട് ഉണക്കിയതാണ്. ഇപ്പൊ കിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ലേ മാംഗോ എന്ന് പറയുന്നത്, അപ്പൊ അതാണ് രാജ. പിന്നെ പത്മം എന്ന് പറയുമ്പോഴത്തേക്കും റാഗിയും മഖാനയും ചേർത്തിട്ടാണ് ഞാൻ ഈ അട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ മഖാന എന്ന് പറയുമ്പം താമരവിത്ത് നമ്മൾ പറയുമ്പോൾ പത്മം അങ്ങനെ ഒരു പേരിട്ടു എന്നേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ ദേശദേവനായ ശ്രീ വേലായുധ സ്വാമിക്ക് സമർപ്പിക്കുകയാണ് ഈ പായസം. നോക്കാം. മിൽമ Annie's Kitchen Cookery Contest Onam Payasam Challenge powered by MyG and Devan Food Products in association with KSFE. അപ്പോൾ ദാ നമ്മുടെ കോൺടെസ്റ്റ് ഓൾമോസ്റ്റ് എൻഡ് ആയിരിക്കുകയാണ്. സാറും ചേച്ചിയും കൂടെ എല്ലാ പായസങ്ങളും ടേസ്റ്റ് ചെയ്തു. വളരെ ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള 10 പായസം. അത്ത മുതൽ തിരുവോണം വരെ നമ്മൾ ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 10 പായസങ്ങളാണ് തന്നിട്ടുള്ളത്. അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റി ആയിട്ടുള്ള 10 പായസങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായില്ല അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ എൻഡ് റിസൾട്ടാണ് അറിയേണ്ടത്. അത് നീ എന്തൊരു ബുക്കായിട്ട് വന്നിരിക്കുന്നേ? അതായത് നമ്മുടെ കുക്കറി കോntest കഴിഞ്ഞു. ഓക്കെ, ചുമ്മാതൊന്നല്ല. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ക്യാഷ് പ്രൈസ് ഉണ്ട് നമ്മളിവിടെ. വലിയ വലിയ സമ്മാനങ്ങളായിരിക്കും, വലിയ വലിയ എമൗണ്ടുകളാണോ? ആ എമൗണ്ടുകൾ ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമോ? തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 25,000 rupees ആണ്. ആയിക്കോട്ടെ. സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് 30,000 rupees ആണ്. നൈസ്. ആൻഡ് വിന്നറിന് ലഭിക്കുന്നത് 50,000 rupeesന്റെ ക്യാഷ് പ്രൈസ് ആണ്. അതായത് ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 50,000 രൂപയാണെങ്കിൽ രണ്ടാം സമ്മാനം
30,000 രൂപ ആൻഡ് മൂന്നാം സമ്മാനം 25,000 റുപ്പീസ് ആണ്. സൂപ്പർ. ഈ 10 ടീമിൽ നിന്ന് 3 പേരെ മാത്രം സെലക്ട് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് എ റിയലി ഡിഫിക്കൽട്ട് തിങ്. ഇന്നത്തെ നമ്മുടെ ആനീസ് കുക്കറി ഷോ പായസം ചലഞ്ചിൽ, അതും കോട്ടയത്ത് നടത്തിയ പായസം ചലഞ്ചിന്റെ റിസൾട്ട് നമ്മളെല്ലാം അനൗൺസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ആനി ചേച്ചി. അമ്മയുടെ പ്രസിഡന്റ് ശ്വേത ചേച്ചി എന്ന് പറയുന്ന പോലെ കുക്കിങ്ങിന്റെ ആസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ആനി ചേച്ചിയാണ്. ആനി ചേച്ചി ഇല്ലാണ്ട് കുക്കിംഗ് നമുക്ക് ആലോചിക്കാനേ പറ്റത്തില്ല. എസ്പെഷ്യലി അമൃതയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എത്ര ഷോസ് ചെയ്താലും ടൈറ്റിൽ എന്ന് പറയുന്നത് ആനി ചേച്ചിയുടെ കുക്കിംഗ് ഷോ തന്നെയാണ്. ഒരുപാട് രൂപത്തിലും ഭാവത്തിലും ഒക്കെ പുതിയ രീതിയിലും വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് മോർ ലൈക്ക് അമൃത ടിവിയുടെ വളർച്ചയോടൊപ്പം തന്നെ ഒരു ഷോയും അത്രയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം വീട്ടില് അവിടെ ട്രൈ ചെയ്തിട്ട് അതൊക്കെ കഴിച്ചോണ്ടിരിക്കുക. നമ്മുടെ ഡെവൻ ഫുഡ് പ്രോഡക്ട്സിന്റെ CEO സാറ് വരെ ഭാര്യ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി കൊടുക്കും. ചേച്ചി ഏതൊക്കെ എപ്പിസോഡിൽ ഉണ്ടാക്കുന്നോ അതൊക്കെ ഉണ്ടാക്കി പരീക്ഷണ വസ്തുവാണ് സാറ്. സൂപ്പർ. അപ്പൊ എന്തായാലും ചേച്ചി തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യണം. അതെ, ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഞാൻ അമൃതയ്ക്ക് തന്നെ എൻ്റെ ഒരു വലിയൊരു താങ്ക്സ് ഗീവിംഗ് ആണ്. ഇല്ലെന്ന് പറയുന്നില്ല. കാര്യം അമ്മ കാരണമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അമ്മ എന്തുകൊണ്ടോ എന്ത് കാരണത്തിലാണ് നീ പാചകം ചെയ്യൂ എന്ന് പറഞ്ഞതൊന്നും എനിക്ക് ഇന്നും അറിയില്ല. അത് എത്രയായാലും അമ്മമാർക്കറിയാലോ മക്കളുടെ കഴിവ് എന്താണെന്നുള്ളതറിയാം. അമ്മയുടെ ഒരു ഒറ്റ വാക്കിന്റെ പുറത്താണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് താങ്ക്സ് ടു അമൃത TV ഓഫ് കോഴ്സ് ഉണ്ട്. അതിനെക്കാട്ടിലും ഉപരി എൻ്റെ അമ്മയോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തുറന്നു പറയാ, ഞാനല്ല ഇത് ജഡ്ജ് ചെയ്തേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാറായിരുന്നു. അപ്പൊ ഞാൻ എത്ര ജഡ്ജ് ചെയ്താലും അത്രയും വരില്ല. അപ്പൊ എത്രയോ കഴിവുള്ള നമ്മുടെ അമ്മമാര് തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയവരൊന്നും എന്നോട് ഒന്നും തോന്നരുത്, ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിലെ സെക്കൻഡ് റണ്ണർ അപ്പ് ആരാന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് മഞ്ജരി ചേച്ചിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതെ, അതോടൊപ്പം അമൃത TV AVP സെയിൽസ് ജയകൃഷ്ണൻ സാറിനെയും ഞാൻ കൂടെ സ്വാഗതം ചെയ്യാണ്. ഓൾറൈറ്റ്, നമ്മുടെ മിൽമ അമൃതാഘോഷം 2025-ൽ ആർക്കാണ് തേർഡ് പ്രൈസ് ലഭിക്കാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ ഇപ്പൊ അനൗൺസ് ചെയ്യാൻ പോവാണ്. അമൃത TV നൽകുന്ന 25,000 രൂപ ലഭിക്കാൻ പോകുന്ന ആ അമ്മയും മകളോ മകനോ ആരാന്ന് എനിക്കറിയില്ല. യെസ്, റിസൾട്ടുമായിട്ട് വരട്ടെ, നമുക്കിപ്പോ അറിയാം. ശോഭന ആൻഡ് അഭിരാമി. ശോഭന ആൻഡ് അഭിരാമി, ടേബിൾ നമ്പർ 3. ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിന്റെ ഓണം പായസം ചലഞ്ചിൽ സെക്കൻഡ് റണ്ണർ അപ്പ് ആയിരിക്കുന്നത് ശോഭന ആൻഡ് അഭിരാമി. 25,000 റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ് ആണ് അമൃത TV നൽകുന്ന. Congratulations. I request Mr. J. Krishnan sir to hand over the prize money of 25,000 rupees to the team. Congratulations. Thank you, Manjari Chechi. Momento. Yeah. അമൃത TV നൽകുന്ന 25,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. തേർഡ് പ്രൈസ് വിന്നർ ശോഭന ആൻഡ് അഭിരാമി. കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ചെറുപ്പത്തില് സൂപ്പർ ഡാൻസർ ജൂനിയർ 2-ല് ഞാൻ സെക്കൻഡ് ഓഡിഷനിൽ ഔട്ടായിപ്പോയി. അമൃതയില് ആ ടൈമിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയും അമൃത TV അവിടെ തന്നെ എന്തേലും ഒരു ചെറിയതായിട്ടേലും എന്നെ ഒന്ന് ആ ഫ്രെയിമിൽ ഒന്ന് കാണിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് അപ്പൊ ഇങ്ങനെ ഏത് ചാനലാന്ന് ചോദിച്ചപ്പം അമൃതയിലേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് ചുമ്മാ കൊടുത്തു നോക്കാന്ന് പറഞ്ഞു. സഡൻ ആയിട്ട് അമ്മയ്ക്ക് എങ്ങനെ എന്താ പറയാ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ലാതെ അമ്മ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. എനിക്ക് ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ ഫ്രെയിമിന് പുറത്തേക്ക് വരത്തില്ല. അപ്പൊ അമ്മ അങ്ങനെ വന്ന് ഞങ്ങൾ പെട്ടെന്നൊരു വീഡിയോ എൻ്റെ കസിനെ കൊണ്ട് ഇങ്ങനെ എടുപ്പിച്ചു, ഞങ്ങൾ അയച്ചു.
എന്നിട്ട് നമ്മളിങ്ങനെ പിന്നെ ഓഡിഷൻ പിന്നെ രണ്ടാമത് ചെയ്തു. അപ്പോഴും നമ്മളിതുപോലെ സിമ്പിളായിട്ട് ചെയ്തു. പക്ഷെ ഒരു കോള് വന്നു, നിങ്ങൾ സെലക്റ്റഡ് ആണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ സെലക്റ്റഡ് ആണോ അങ്ങനെ ഇതായത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. പിന്നെ അതെന്റെ അമ്മയുടെ കൂടെ, അമ്മ കാരണമല്ലേ വന്നത്, അമ്മയുടെ കൂടെ പാചകം ചെയ്യാനല്ലേ വന്നത്. അമ്മയ്ക്കൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്ക്. ഉറപ്പായിട്ടും. ഇതൊരു വലിയൊരു സക്സസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ അത്രയ്ക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പം നമ്മൾ ഡാൻസ് സ്കൂൾ നടത്തുവാണ്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അമ്മയുടെ ജോലി പോലും കളഞ്ഞിട്ട് അതിന്റെ പുറകെ എനിക്ക് വേണ്ടിയിട്ട് ഉറക്കളച്ച് ഞാൻ എവിടെ പ്രോഗ്രാമിന് പോകുന്നുണ്ടോ അവിടെ എനിക്ക് വേണ്ടി വന്ന് കാവലിരിക്കുന്ന ഒരു അമ്മയാണ്. അതെ, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്കും ഇപ്പോൾ ഞങ്ങളുടെ കൂടെ നടക്കുന്ന അമ്മമാരുണ്ട്. അതുകൊണ്ട് ഈ ഒരു മൊമെന്റില് അമ്മമാരോടുള്ള സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Annie's Kitchen Cookery Contest Onam Paisam Challenge-ile first runner-up. Milma Amritagosham 2025 powered by Devon Foods, Mighty Future in association with KSFP. The first runner-up ലഭിക്കുന്നത് അമൃത TV നൽകുന്ന 30,000 rupees ആണ്. ഇത് നൽകുന്നതിനായി ഞാൻ ആദ്യം ശരത് സർ, പ്ലീസ് ജോയിൻ us. അതോടൊപ്പം തന്നെ അമൃത TV ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് മിസ്റ്റർ അജയൻ കെ നായർ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനൗൺസ് ചെയ്യാം. അതെ, ആനി ചേച്ചിയാണ് വീണ്ടും അനൗൺസ് ചെയ്യാൻ പോകുന്നത്. പറയാം പിന്നെന്താ, ഞാനല്ലല്ലോ സെലക്ട് ചെയ്തത്. അനൗൺസ് ചെയ്യുന്നത് നമുക്ക് പ്രശ്നമല്ലോ ചേച്ചി. കറക്റ്റ്, ഞാനല്ല സെലക്ട് ചെയ്തത്, അദ്ദേഹം തന്നെയാണ് സെലക്ട് ചെയ്തത്. പക്ഷെ നമ്മളെ പിന്നെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ കൈപ്പഴക്കവും വർഷ പാരമ്പര്യത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം അദ്ദേഹം എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതല്ലാതെ അദ്ദേഹം അതിനെപ്പറ്റി മാർക്കിടലോ ഒന്നുമില്ല. സ്റ്റേജിൽ വന്നിരുന്ന ഇന്നത് എന്ന് പറഞ്ഞിട്ടൊന്നും പോയി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇവർക്ക് അത്രേ ഉള്ളൂ. അതെ, കറക്റ്റ്. റിസൾട്ട് പറയുന്നതിന് ഒന്നും കൂടെ നമുക്ക് പറയാം. നമ്മുടെ ഫസ്റ്റ് റണ്ണർ അപ്പിന് ലഭിക്കാൻ പോകുന്നത് 30,000 rupees ആണ്. ആൻഡ് അത് ആർക്കാണ് ലഭിക്കാൻ പോകുന്നതെന്നുള്ളത് ആനി ചേച്ചി അനൗൺസ് ചെയ്തോളൂ. ഓക്കെ. പറയാൻ പോവാണ് ആനി ചേച്ചി. Annie's Kitchen Cookery Contest ഓണം പായസം ചലഞ്ചിലെ ഫസ്റ്റ് റണ്ണർ-അപ്പ് 30,000 rupees ലഭിക്കാൻ പോകുന്ന അമ്മയും മകളാണോ മകനാണോ പറഞ്ഞോ? മകൻ. ഓക്കെ, പറയട്ടെ. കീർത്തി ആൻഡ് അഭിനവ്. അമൃത TV നൽകുന്ന 30,000 rupeesന്റെ ക്യാഷ് പ്രൈസ് ആണ് ലഭിക്കുന്നത്. അയ്യോ, എല്ലാരും അങ്ങ് ഇമോഷണൽ ആവുകയാണല്ലോ. എന്റെ ഇഷ്ടത്തിന് മാത്രം എന്നതായിരുന്നു. ഞാൻ വലിയ പാചകക്കാരിയൊന്നുമല്ല. വീട്ടിൽ നടത്തിയ പരീക്ഷണങ്ങളും യൂട്യൂബ് ചാനലിലുള്ള പരീക്ഷണങ്ങളും മാത്രമായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് നിൽക്കുന്നതിൽ ഏറ്റവും ഭയങ്കര അഭിമാനം തോന്നുന്നു. ആനി ചേച്ചിയെ കാണാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷം. ചേച്ചിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഇനി എന്തിനാ ഫോട്ടോ? ചേച്ചിയുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുക, ചേച്ചിയായിട്ടുള്ള വീഡിയോ ഇനി വൈറൽ ആവാൻ പോവാ. പോരാത്തതിന് ചേച്ചിയായിട്ട് ചേർന്ന് നിന്ന് ഒരു കുക്കറി ഷോയിന്റെ ഫസ്റ്റ് റണ്ണറപ്പ് ആയി. ഇതൊന്നും വേണ്ട, അമൃത TV നൽകുന്ന 30,000 രൂപയുടെ ക്യാഷ് പ്രൈസും അങ്ങ് ലഭിക്കുക. അതെ, ക്യാഷ് അവാർഡ് നൽകാനായി ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് രഞ്ജിത്തേട്ടൻ എവിടെ? കൂടെ ഒരു സൗഹൃദം കൂടെ ഉണ്ടല്ലോ. മീര ജാസ്മിൻ കാരണം കല്യാണം കഴിച്ച ആൾക്കാരാണ് ഇവര് രണ്ടുപേരും. അതെന്താണ് സംഭവം? മീര ജാസ്മിന്റെ ഒരു നമ്പർ കൊടുത്തു ആർക്കോ. പക്ഷെ നമ്പറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ നമ്പർ ചേച്ചിയുടെ അമ്മയുടെ നമ്പർ ആയിരുന്നു. എന്നും ഇവർക്ക് കോൾസ്, ഹലോ മീരയല്ലേ ഇങ്ങനെ കോൾസ് വന്നോണ്ടേയിരുന്നു.
അങ്ങനെ വിളിച്ച് ലാസ്റ്റ് ദേ ഈ ചേട്ടനെ അമ്മ അങ്ങ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. സൂപ്പർ. എനിവേസ് കൊള്ളാം. എന്തായാലും ആ ഒരു ക്യാഷ് അവാർഡ് നൽകേണ്ടതാണ്. The whole family, congratulations. കീർത്തി ആൻഡ് അഭിനവ്. ടേബിൾ നമ്പർ 8 ആയിരുന്നു. നൽകുന്ന 30,000 രൂപയുടെ ക്യാഷ് അവാർഡാണ് ലഭിക്കുന്നത്. ശരത് സർ, ഒരു ചടങ്ങും കൂടെ ബാക്കിയുണ്ട്. അതെ, ഒരു മൊമെന്റോ നൽകാന്നുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി എൻ്റെ അമ്മയോടും പപ്പയോടും കൂടിയാണ്. കാരണം അമ്മയ്ക്ക് ഈ വേദിയിൽ വരാൻ പറ്റിയിട്ടില്ല. അമ്മ ഒരു നൃത്താധ്യാപികയാണ്. പെട്ടെന്ന് അമ്മയുടെ സംസാരശേഷി നിന്നുപോയി. ഒരു വൈറൽ ഫീവറിന് ശേഷമാണ് അതുണ്ടായത്. അപ്പോൾ ഇപ്പം അമ്മേനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. കാരണം അമ്മ എൻ്റെ വലങ്കൈയായിരുന്നു. ഈ ഒരു അവസരത്തിൽ എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒരുപാട് നന്ദി. അമ്മയുടെ പപ്പയുടെ മോളായിട്ട് ജനിച്ചതിലും. സംഗതി പോരാന്ന് പറയുന്നത് സാറിനെ ഞാൻ എപ്പോഴും കാണും. ചെറുതായിട്ടൊക്കെ ഞാനൊന്ന് പാട്ട് പാടും. പക്ഷെ സാറിന് മുന്നിൽ പാടാനുള്ള സംഗതി ഇല്ല. അല്ല, ഞാൻ വേണമെങ്കിൽ ഇടം മാറി നിൽക്കാൻ മുമ്പിൽ പാടാനേ ഉള്ള ബുദ്ധിമുട്ട്. ഒരു പാടുന്ന 2 വരി പാടാം. ചെങ്കതളി പോരിൽ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ തൊടി കഥകളിൽ ഫോട്ടോ, ചലച്ചിത്രത്തിലൂടെ പാട്ട്, ക്യാഷ് പ്രൈസ്. ഇനി ഒന്നുമില്ല കേട്ടോ. ഇനി എല്ലാം കഴിഞ്ഞു. എല്ലാ കോട്ടയും കഴിഞ്ഞു. ഇനി എല്ലാം അടുത്ത വർഷം. താങ്ക് യു ശരത് സാർ. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് 10 ടീമുകളിൽ നിന്നും ആരായിരിക്കും ആ 1ാം സ്ഥാനം നേടിയ വിന്നർ. ഓണം പായസം ചലഞ്ചിലെ ആ വിന്നർ. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ ടീമിന് ലഭിക്കുന്നത് അമൃത TV നൽകുന്ന 50,000 റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ് ആണ്. അമൃത TV ക്രിയേറ്റീവ് സിന്ധു മോഹനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം വിട്ടു കേട്ടോ. എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താ പറയാ അവർക്ക്? ക്യാഷ് പ്രൈസ് ഒന്നുമല്ല, എന്റെ ഷോയില് ഞാൻ അവരെ കൊണ്ടുവരും. ഓക്കെ, ഫസ്റ്റ് പ്രൈസ് ആർക്കാന്നുള്ളത് നമുക്കറിയാം. ഫസ്റ്റ് പ്രൈസ് വിന്നർ സിന്ധു പറയട്ടെ. സിന്ധു എന്നുള്ള പേരുള്ള ആരെങ്കിലും ആയിരിക്കും ഒന്ന്. ചേച്ചി പണിപ്പാളി. ആനീസ് കിച്ചൺ കുക്കറി കോntest ഓണം പായസം ചലഞ്ചിലെ ആ വിന്നർ സാജിദ ആൻഡ് അഫ്നാൻ. ഭയങ്കര സപ്പോർട്ടാണ് അമ്മയ്ക്ക്. എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമ്മൾ അവിടെ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളാണ് അമ്മേനെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത്. അമ്മ അത് ചെയ്യേ, അമ്മ ഇത് ചെയ്യേ, അമ്മ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. എല്ലാ കാര്യത്തിലും ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷം കൂടെയാണ് അവന്റെ ആ കണ്ണിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ചേച്ചി എന്നോട് പറഞ്ഞൊരു കഥ എന്താ അറിയോ? പാചകം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പരിഹാസം കേട്ടിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്ന് ഒരു കഥ പറഞ്ഞു. ശരിക്കും എനിക്കത് ഭയങ്കര വിഷമമായി പോയി. ഞാൻ ഈ പാചകത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ടോ, ആനി എപ്പോഴും പാചകം അറിയില്ലെങ്കിൽ ഭയങ്കര വഴക്ക് പറയുമോ, അങ്ങനെയാന്ന്. പക്ഷെ ഞാൻ എപ്പോഴും അതിനല്ല വഴക്ക് പറയാ. ഇതേപോലൊരു സാഹചര്യം ഒരു സ്ത്രീക്കും ഉണ്ടാവാൻ പാടില്ല.
ആ വേദന അവർക്ക് മനസ്സിലായി, അവരത് ഉള്ളിൽ പറഞ്ഞു. ഇപ്പൊ സന്തോഷായില്ലേ? പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഞാൻ അത്രയും എന്നെ അറിയാവുന്നവർക്കറിയാം. എൻ്റെ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇന്ന് പോകാൻ പറ്റുന്നുള്ളൊരു സാഹചര്യത്തിലല്ല. സത്യം പറഞ്ഞാൽ ഞാൻ മാലയും കമ്മലൊന്നും ഇടാനാണ് വന്നത്. വേട്ടം കണ്ടില്ല, ഞാൻ ഏറ്റവും ലാസ്റ്റിൽ വന്ന ആൾ ഞാനാണ്. കാരണം അത്രയും ഞാൻ വിഷമിച്ച് ഇന്നലെ ഞാൻ രാവിലെ മുതൽ കരയുന്ന ഈ ഒരു ഇതിന് വരാൻ വേണ്ടിയായിരുന്നു. പക്ഷെ എനിക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. കാരണം ജീവിതത്തിൽ ഒരു അതാണ് ലാസ്റ്റ് ഓടി കയറി പെട്ടെന്നാണ് കോൺടസ്റ്റിലേക്ക് കയറി വന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഉറങ്ങിയില്ല, 3 ദിവസമായിട്ട് ഉറങ്ങുന്നേ ഇല്ല. കാരണം പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ മോളെയും കൂടി ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയി നിന്ന് എന്റെ പേര് കേട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ കേട്ടപ്പോൾ എനിക്കത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് എന്റെ ഭർത്താവിനെ കൂടെ വിളിക്കണം. കാരണം തീർച്ചയായിട്ടും അവരില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ബ്യൂട്ടിഫുൾ ഫാമിലി. അതെ, വെരി ബ്യൂട്ടിഫുൾ ഫാമിലി. ടച്ച് വുഡ്, വെരി ബ്യൂട്ടിഫുൾ ഫാമിലി. ഷോയിലേക്ക് അവള് വരാൻ വേണ്ടി നിന്ന സമയത്ത് ഈ വരവ് മുടക്കിയതാ ശരിക്കും. ഞാൻ വരാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇന്നലെ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കി. കാരണം വെച്ചാൽ ആൾക്ക് ഒരു ദിവസം പോലും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ്. അപ്പൊ ആ ഒരു സമയത്ത് നിനക്ക് ഇന്നലെ ഞാൻ എന്റെ മക്കളെ 3 പേരെയും കൊണ്ട് ഞങ്ങൾ വന്നു, ബസ്സിന് വന്നു. തിരിച്ചു പോയത് രാത്രി 9 മണിക്ക് വീട്ടിലെത്തി. അപ്പൊ ഞാൻ ഉറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുക. വേറെ ഒന്നാമത് നമ്മളെല്ലാരും പറയും പൈസ അത്ര ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ചില സമയം പൈസ വേണം. ഇപ്പൊ ബസ്സിൽ കയറി ടിക്കറ്റ് ചോദിക്കുന്ന പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക ശരിക്കും. കാരണം നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ അത്രയും ബുദ്ധിമുട്ടില് ഇല്ല ഞാൻ പോവും, ഞാൻ ഇന്ന് പറയുകയും ചെയ്തു. ഞാൻ ആ പ്രൈസും കൊണ്ടേ വരും എന്ന് ഞാൻ പറഞ്ഞാൽ വെറുതെ അവളോട് ദേഷ്യപ്പെട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്കിങ്ങനെ പ്രൈസ് ഒരിക്കൽ പോലും വിചാരിച്ചില്ല. എല്ലാരും പെട്ടെന്ന് ഇമോഷണലായി. കുഴപ്പമില്ല, പക്ഷെ നമ്മളിത് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചിരിക്കും. കാരണം നിങ്ങളുടെ ഫസ്റ്റ് പ്രൈസിന്റെ ക്യാഷ് അവാർഡാണ്. അതും അമൃത TV നൽകുന്ന 50,000 rupees. Congratulations Sajida and Afnan for winning the first prize. നമ്മുടെ ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റ് ഓണം പായസം ചലഞ്ചിലെ വിന്നർ ആയിരിക്കുന്നത് സജിത ആൻഡ് അഫ്നാൻ. ഇതോടൊപ്പം തന്നെ ആനി ചേച്ചി സ്നേഹത്തോടെ ആ ഒരു മൊമെന്റേയും കൂടെ നൽകേണ്ടതാണ്. അതെ, വിന്നർക്ക്. ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റ് ഓണം പായസം ചലഞ്ചിലെ വിന്നേഴ്സിന് ലഭിക്കുന്ന 50,000 rupeesന്റെ ക്യാഷ് അവാർഡ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി വിഷമമൊക്കെ മാറിയില്ലേ? ആ മുടക്കിയതൊക്കെ മാറി ഇവിടെ എത്തി ഫസ്റ്റ് ആവുന്നത് ഒരു വിധിയായിരുന്നു ഇന്ന്, അല്ലേ ചേച്ചി? തമ്പുരാൻ എവിടെയാ നമ്മളെ അനുഗ്രഹിക്കുക നമുക്കറിയില്ല. നമ്മളെല്ലാം തുറന്ന മനസ്സോടെയും നല്ല കർമ്മത്തോടെയും മുന്നോട്ട് പോയ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് ആര് വഴി എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ മനസ്സെപ്പോഴും തുറന്ന് ശുദ്ധമായിരുന്ന തമ്പുരാൻ ഉണ്ടാവും കൂടെ. ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ സന്തോഷായില്ലേ? ഇനി ചിരിച്ചേ. ഈ അവസരത്തിൽ 1-2 പേരെ പറഞ്ഞില്ലെങ്കിലും അത് ഭയങ്കര. കാരണം എൻ്റെ ബാപ്പ ഇന്നലെ വിളിച്ച് ചോദിക്കായിരുന്നു നിനക്ക് പോകാൻ പൈസ ഉണ്ടോ. അപ്പം ഞാൻ കാര്യങ്ങൾ പറയില്ല. കാരണം അവരും ഹോസ്പിറ്റലിലാണ് എൻ്റെ ഉമ്മ. അപ്പോൾ സർജറി കഴിഞ്ഞ് കിടക്കുവാണ്. ഇപ്പോൾ യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്ത് കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ ലാസ്റ്റ് നിമിഷമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണം, എനിക്ക് ബസ്സിന് പോകാൻ പൈസ വേണം. ആള് തന്നു. പിന്നെ എനിക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ സെർവ് ചെയ്യാൻ ഉരുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് തന്നത്. എല്ലാം തന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്, കുറേ പേരുണ്ട്. എല്ലാവരും ഓരോരുത്തരുടെ പേര് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം കിട്ടിയതാണിത്. ഇതിന് അത്രയും എന്താ പറയുക, ഇത് ഒരിക്കലും പ്രതീക്ഷ. മോളെയും കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുക. ഞാൻ പറയാം നമ്മൾ പോവുക. എനിക്ക് പ്രതീക്ഷ പറയാൻ പറ്റില്ല. കുറേ വെറൈറ്റി പായസങ്ങളുണ്ട്. പക്ഷെ ടേസ്റ്റ് എനിക്ക് എന്നോട് പറഞ്ഞു നല്ല ആളെന്തിനും അഭിപ്രായം പറയും.
എന്തുണ്ടാക്കി കൊടുത്താലും കൃത്യമായിട്ടുള്ള ഇനി ഇത് ഒരു സന്തോഷത്തിന്റെ മൊമെന്റ് ആയിട്ട് ഏറ്റെടുക്കാം കേട്ടോ. ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് വിന്നറായിട്ട് ഏത് പായസമാണ് ഉണ്ടാക്കിയെന്നും കൂടെ അറിയണം എന്നില്ലേ? അതെ, ഏത് പായസമാണെന്നും കൂടെ അറിയണം. മില്ലറ്റ് കരിക്ക് പായസം. മില്ലറ്റ് കരിക്ക് പായസം, സൂപ്പർ. ഇനി ഇത് മാത്രല്ല, ആനി ചേച്ചിയുടെ കൂടെ നമ്മുടെ എപ്പിസോഡില് ആനീസ് കിച്ചണില് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. സൂപ്പർ.